ബൈബിളിനകത്ത് മനുഷ്യൻ്റെ ആത്മാവിനെ പറ്റി നമ്മളാരും ആത്മാവിനെ പറ്റി പറയുന്നില്ല, നമുക്ക് ധനത്തെ പറ്റിയാണ് പറയുന്നത്. സഖാവിയസ്, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സഖാവിയസ് ഒരു 2 വാക്യം എടുത്ത് കേരള നിയമസഭയിൽ പറഞ്ഞു. 1 മത്തായി 16:26. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം, ചേച്ചി വായിക്കണ്ട. മർക്കോസ് 9:48-49. ഇങ്ങനെയല്ലേ പറഞ്ഞ സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, വീണ്ടും മർക്കോസ് 9:48-49, കീഴാത്ത തീച്ചേകത്തപ്പെടും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഒരു ഉപദേശിയും പ്രാവച്ചമ്പലത്തും നേമത്ത് ഊരൂട്ടമ്പലത്തും പറയാത്തുകൊണ്ട് സഖാവ് പറഞ്ഞില്ല, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കേടാത്ത തീച്ചാകാത്തപ്പെടും. 2 വാക്യം മത്തായി 16:26, മർക്കോസ് 9:48-49. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ മരണം 2 കാര്യം ലോകത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. 1 കർത്താവിൻ്റെ വരവ്, 2 മനുഷ്യൻ്റെ മരണം. പണ്ട് നമ്മുടെ പഞ്ചായത്ത് അവിടെ പറഞ്ഞില്ലേ പള്ളിച്ചൽ, ഞാൻ 90 വയസ്സ് കഴിഞ്ഞിട്ടേ തീരുമെന്ന്. സന്തോഷമില്ലല്ലോ. മക്കളെ കാണും, കൊച്ചുമക്കളെ കാണും, കഴിയുമെങ്കിൽ ലണ്ടനിൽ പോകും, അമേരിക്ക പോകും. അങ്ങനെ ഇരുന്നപ്പോഴല്ലേ ചേച്ചി 1 ഗ്രാം വൈറസ് ഇറങ്ങിയത്. സന്തോഷമില്ലല്ലോ. സ്ഫടികത്തിൽ മോഹൻലാൽ പറക്കുന്നവരായിരുന്നു. ബാലരാമപുരം, നെയ്യാറ്റിങ്കര, പ്രാവച്ചമ്പല, ബോൾലാറ്റിനകത്ത് സ്റ്റഡിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന 1 ഗ്രാം വൈറസ് അല്ലയോ പൊന്നപ്പഞ്ചേട്ടനെ ഒതുക്കിയത്. എവിടെ കൊണ്ടുപോയത്? യേശുദാസ് പാടി 6 അടി മണ്ണിൽ ആഞ്ഞു പതിക്കുന്ന ഇൻവർണ്ണ സുന്ദര രൂപം. കോവിഡ് വന്നപ്പോൾ മലമുകളിൽ 15 അടിയിലോട്ടാണ് തട്ടിയത്. JCB മണ്ണ് വിട്ട്. മനസ്സിലാക്കുന്നവർക്കായി ബൈബിൾ ക്രിയറിൽ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രമത്രേ. മനസ്സിലാകുന്നവർക്കായി വയലിലെ പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. ബൈബിൾ എത്ര ക്ലിയറായി. എൻ പ്രയാണ കാലം 4 വിരൽ നീളമായതിൻ പ്രതാപം, കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. പാറശാല ഇഞ്ചിമുള മുതൽ അത് കഴിഞ്ഞ് കാസർഗോഡ് തലപ്പാടി വരെ 1 ഗ്രാം വൈറസ് 83,000 പേരെ തീർത്ത് കളഞ്ഞ്. ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിന് അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. അവൻ 30-ാമത്തെ വയസ്സിൽ ഏറ്റവും നിർണായകമായി സ്നാനമേറ്റ് കഴിയുന്നു. അതിനുശേഷമാ അവൻ്റെ പ്രഭാഷങ്ങൾ. അപ്പോൾ കാൽവറിയിലെ ക്രൂശീകരണത്തിൻ്റെ സമയമായി. എല്ലാവരും ശ്രദ്ധിക്കണം. മത്തായി 21 ബൈബിൾ കൂടെ എല്ലാം ചേച്ചി വായിക്കണ്ട, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. വെളിപ്പാടിലേക്ക് പോവാം. മത്തായി 21 ഒലിവുമലയുടെ താഴ്വാരം എത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. മക്കളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയും കൂട്ടി അഴിച്ചുകൊണ്ട് വരണം. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾ പൊക്കോളാന്ന്. ഇവിടെയാണ് നമ്മുടെ യോഗക്കൂട്ടങ്ങളുടെ പ്രാധാന്യത. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. 5 കാര്യങ്ങൾ സഹോദരങ്ങൾ കേൾക്കണം, ചേട്ടന്മാരും കേൾക്കണം. 1 ഭർത്താവ് മരിച്ചതായിരിക്കാം. 2 ഡൈവോഴ്സ് ആയിരിക്കാം. 3 കഴുത്തിനകത്ത് വലിയൊരു കയർ ബന്ധിച്ചിരിക്കുക. 4 ആശകൾ അറ്റുപോയി. 5 സൂയിസൈഡ്, മരണത്തിന് വേണ്ടി കാത്തിരിക്കുക. ലാസ്റ്റ് മൊമെൻറ്റിൽ ദൈവത്തിൻ്റെ ദാസന്മാർ വരുവാനിടയായി. ഇന്ന് രാത്രി, പ്രഥമ രാത്രി 5 പ്രതികൂലങ്ങൾ നീ ദൈവസന്നിധിയിൽ നേരിടുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്ത്. അതാ ഓശാന പെരുന്നാൾ. സെക്കറിയ 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക. യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. ഇസ്രായേലിൻ്റെ രാജാവ്, സിയോൻ്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുമെന്ന്. 5 പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ ദൈവദാസന്മാർ വന്നു. 5 മറുപടിയും കേൾക്കണം. 1 കഴുതയുടെ കെട്ടഴിച്ചു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. നാട്ടുകാരും വീട്ടുകാർ മൊത്തം പോസ്റ്റിട്ടവും പുറത്തു വരത്തില്ലെന്ന്. 3 കഴുത പുറത്തു വന്നു. 4 ഈ കഴുതയുടെ അകത്ത് നാഥൻ യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. ഇന്ന് രാത്രി ലോകം പറയും പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും പുറത്തു വരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരത്തില്ല. ദുഷ്ടപിശാചി നിനക്കെതിരെ വേലി കെട്ടും. കമോൺ, ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ആരൊക്കെ വേലി കെട്ടിയാലും, ഉപവസിക്കുന്ന നിനക്കെതിരെ ആരൊക്കെ മതിൽ കെട്ടിയാലും, നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും നിനക്കെതിരെ നിന്നാലും, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി പട്ടണത്തെ നിന്റെ മരണം കാണാൻ സിസ്റ്റർ, നാട്ടുകാർ കാത്തു നിൽക്കുക. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ദുഷ്ടപിശാചി കാത്തു നിൽക്കുക. എന്നാൽ കരമടിച്ച് ആരാധിക്കുന്ന നിന്നെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവ. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ജൂലൈ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ച കരമുയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ദുഷ്ടപിശാചിന്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ. മനസ്സിലാകുന്നവർക്കായി 5-ാമത്തെ കാര്യം, കഴുത യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടു നിർത്തി. അപ്പം
കഴുതയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പക്ഷേ യേശു യാത്ര ചെയ്ത കഴുത ആരും തൊട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെറിയ കൂട്ടമെങ്കിലും പറയണം, 5 പ്രതികൂലം വരുന്നെങ്കിൽ 5 മറുപടി നിനക്കുണ്ട്. നീ പതറുവാൻ ദൈവം അനുവദിക്കത്തില്ല, നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. യെരൂശലേം ദൈവാലയത്തിനകത്ത് യേശു വരുന്നു. ആ പെരുന്നാൾ ഓശാന പെരുന്നാൾ. ലൈവും പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്യാം. പെസഹ പെരുന്നാൾ, ഓശാന പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത എപ്പത്തിൻ്റെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, അങ്ങനെ ഒരു പെരുന്നാൾ ഓശാന പെരുന്നാൾ. മത്തായി 24 യേശു ദൈവാലയത്തിൽ വന്നു. നല്ല പണിയാണ് ദൈവാലയത്തിൽ നടക്കുന്നത്. അതാ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് ഇറാൻ പ്രശ്നമല്ല. അത് പണിയെല്ലാം കഴിഞ്ഞ് അവസാന മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. ടൈൽസ് ഇടുന്നു, ഇന്റർലോക്ക് ഒട്ടിക്കുന്നു, നല്ല തൂക്കുവിളക്കുകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. മത്തായി 24:1-2 യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാണ് ലോകത്തിലെ വിഷയം. യഹൂദൻ ആലയമില്ല. ഭാഗം നമ്മൾ തൊടുന്നില്ല. ബാലരാമപുരത്തോ മറ്റോ വരുമ്പോൾ നമുക്കത് വീണ്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ അന്ന് യേശു ഒലിവുമലയിലേക്ക് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കണക്ക് നെയ്യാറിനാമി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതല്ലായിരുന്നു യേശുവിൻ്റെ പരിപാടി. സായം സന്ധ്യയിൽ പിതാവിൻ്റെ സന്ധ്യയിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുക. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട പല പ്രഭാഷണങ്ങളും ഞങ്ങൾ നാവിൽ കൂടി ശ്രദ്ധിക്കുവാനിടയായി. കാനാവിലെ കല്യാണ വീട്ടിലും ഗബദായിലും തെക്കപ്പൊലിമയിലും ഗതസമനയിലുമൊക്കെയും പ്രഭാഷണങ്ങൾ കേട്ടു. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി അങ്ങൊരു കാര്യം പറഞ്ഞു, ഉലകം അവസാനിക്കും, നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം എന്ത്? യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേ. യേശു മറുപടി പറഞ്ഞു, 6 ലക്ഷണങ്ങൾ. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രഭാഷണങ്ങൾ. ബൈബിൾ, ഉലകത്തിൻ മുടിവും കടസി കാല ചെയ്തികളും. ഇംഗ്ലീഷിൽ എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു അപ്പച്ചൻ ഉത്തരം പറഞ്ഞു. മത്തായി 24:32, 33, 34, 35 വാക്യങ്ങൾ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അതോടൊപ്പം വീട്ടിൽ ചെന്ന് വായിക്കണം. അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. നാളെ നമ്മളത് ചിന്തിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല. നോവാവിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. കാന്തൻ്റെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഏകലോക ഭരണം, 3 പ്രപഞ്ചത്തിൽ വലിയ മാറ്റമുണ്ടാകും, 4 ആകാശത്തിനകത്ത് ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നത് അപ്രപഞ്ച മാറ്റം, 4 ഒരു ഏകലോക മതം ഇവിടെ വരും, 5 നോഗയുടെ കാലത്തെ പോലെ പ്രളയം വരും, 6 ലോത്തിൻ്റെ കാലത്തെ പോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങും. ഒന്നുകൂടി ബൈബിൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നമ്മളിവിടെ സ്കൂളിനകത്ത് നിയമ സ്കൂളിലിരിക്കുന്നത് പോലെ കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിൻ്റെ മാറ്റം, 4-ാമത്തെ കാര്യം ഒരു ഏകലോക മതം ഇവിടെ വരും, ന്യൂ വേൾഡ് റിലീജിയൻ, 5 നോഗയുടെ കാലത്തെ പോലെ മേഘ വിസ്ഫോടനം ഇവിടെ വരും, 6-ാമത്തെ കാര്യം ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി മനുഷ്യനെ കൊല്ലും. അതെല്ലാം നാളെ നാം ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതിൽ 1-ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം, മത്തായി 7:8. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ഒരു പിതാവുണ്ടായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ആർക്കും അറിയത്തില്ല, മഹാത്മജി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയായിരുന്നു, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. അതിനകത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ അഹിംസയുടെ വാദം കൊണ്ടുവന്നത് എവിടുന്നാണെന്നറിയാമോ? യേശു അപ്പച്ചൻ്റെ മൊഴിമുത്തായി എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നെന്ന്. നമ്മുടെ മഹാത്മജി ബൈബിൾ വായിച്ചെന്ന് നമ്മൾ വായിക്കുന്നില്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്തോത്രം. അപ്പോൾ ആര് വായിക്കാന്? കഴിഞ്ഞ ദിവസം TPM ഒരു അപ്പച്ചനോടൊരു കാര്യം പറഞ്ഞു. സ്തോത്രം. അപ്പച്ചി ഒരിടത്ത് വിസിറ്റിന് പോയി, നല്ല വീടായിരുന്നു. ലൂക്കോസ് ബ്രദർ എന്ന് പറയുന്ന വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചൻ നോക്കിയപ്പോൾ TPM അപ്പച്ചൻ നോക്കിയപ്പം ബൈബിളിനകത്ത് നല്ല നല്ല തുണ്ട് പേപ്പറുകൾ. അപ്പം ചായ കുടിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, ലൂക്കോസ് ബ്രദറെ, നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചു കൊച്ചു മെസ്സേജുകളെല്ലാം ബൈബിൾ ഇങ്ങനെ തുണ്ട് പേപ്പറായിട്ട് വെച്ച് വായിക്കുന്നതിനായി നന്ദി. ഉടനെ ലൂക്കോസ് ബ്രദർ പറയാ, അപ്പച്ച അത് തുണ്ട് പേപ്പറല്ല, കറണ്ടിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം ബില്ലായി. ഇതാകുമ്പോൾ നല്ല ക്ലിയറായിട്ടിരിക്കും, ആരും തുറക്കത്തില്ലെന്ന്. സ്തോത്രം. അതുപോലെ ഇന്ന് നമ്മുടെ ഷോക്കേസിനകത്തായി ബൈബിൾ ആരും തുറക്കത്തില്ല. സ്തോത്രം. മഹാത്മജി ഇത് വായിച്ചിട്ട് അദ്ദേഹം അഹിംസയുടെ വാദം, അതാണ് ഗിരിപ്രഭാഷണം. 2-ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് സിസ്റ്റർ വായിച്ചത്, ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദി മൗണ്ട്. 3-ാമത് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അനവധി പ്രഭാഷണങ്ങളുണ്ടെങ്കിലും യേശുദേവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3
പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മത്തായി 24 മുഴുവൻ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, അതിനോടനുബന്ധിച്ച് പ്രപഞ്ചത്തിലെ മാറ്റത്തെപ്പറ്റി മത്തായി 24 അവസാന ഭാഗങ്ങൾ 29, 30. ആ കാലത്തിലെ കഷ്ടം, കോവിഡാനന്തര ലോകം, കഷ്ടങ്ങൾ പെരുകുന്നു, രാജ്യങ്ങളോട് എതിർക്കുന്നു, ജാതിയോട് എതിർക്കുന്നു, ഭൂകമ്പങ്ങൾ പെരുകുന്നു, മഹാമാരികൾ ഇവിടെ ആഞ്ഞടിക്കുന്നു. ഇതൊരു കഷ്ടത്തിന്റെ തുടക്കം, ഏറ്റുനോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഈ കഷ്ടത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്, നാം കാത്തിരിക്കുന്ന പ്രകൃതി അസ്തമിക്കാൻ പോകുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും, ആകാശത്തിൽ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, ആകാശത്തിന്റെ ലക്ഷണങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടയാളം മഹാ തേജസ്സോടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. അന്ന് ദൂതന്മാരുമായി സകല ജാതികളെ പ്രലോഭിച്ചുകൊണ്ട് ആകാശമേഘങ്ങളിൽ യേശു വരുന്നത് കാണും. അതാ 1 പ്രപഞ്ച ലക്ഷണം. അതിനാസ്പദമായി 5 സംഭവങ്ങളായിരിക്കുമെന്ന് രാത്രി ചിന്തിക്കുന്നത്. ഈ സൂര്യൻ തീരുമോ? ഭൂകമ്പം ഉണ്ടാകുമോ? ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യുമോ? ഇന്ന് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എല്ലാം സൂര്യതാപേറ്റ് ചത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ബൈബിളിലുണ്ടോ? സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്ന ഒരു കാലം വരാറായി. വായിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങളെല്ലാം മാറിപ്പോകുക. ദൈവസഭ എടുക്കുന്നതിനോടൊപ്പം ട്രെയിൻ വരുന്നതിന് മുമ്പ് സിഗ്നൽ ലഭിക്കുന്നത് പോലെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ആസ്പദമായി കർത്തദാസി വായിക്കും 2 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. മത്തായി 24 വെളിപ്പാടിലേക്ക് നാം പോകുന്നു. വെളിപ്പാട് 6, 12, 13 ബൈബിൾ കൂടെ കുഞ്ഞുങ്ങൾ എടുക്കണം. ശിശുബായി ചാട്ടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വരാൻ പോകുന്ന ഭൂകമ്പം, അതിനു മുമ്പ് അക്കരെ കയറിക്കോണം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇന്ന് പ്രകാശം തരുന്ന നമ്മുടെ സൂര്യൻ ചേട്ടൻ കരിമ്പടം പോലെ കറുക്കും. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത് പ്രസംഗിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം വെനീസുലെ ഭൂകമ്പം ഉണ്ടായി. അതിനുശേഷം പേപ്പർ വായിച്ചവർക്കറിയാം, ആകാശത്തിൽ രക്തചന്ദ്രൻ വെനീസുല. അതാണ് ഈ കാര്യം പ്രസംഗിക്കാൻ ഇന്ന് ഈ വിഷയം എടുത്തത്. ഷൈൻ അറിയാം, ഇതുകൊണ്ട് സമയോചിതമായിട്ട് ഇത് പ്രസംഗിക്കുന്നത്. അടുത്ത വാക്ക് വായിക്കാം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അങ്ങനെ നിൽക്കട്ടെ സിസ്റ്ററെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഇനി നമ്മൾ ലഘുവായി സൺഡേ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ചിന്ത മുന്നോട്ട് പോകാം. 3 കാര്യം പറയുമ്പോൾ ഇടവേളയിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞ് 2 കാര്യം കൂടെ, 5 കാര്യങ്ങളായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കണം. യൂണിവേഴ്സ് അല്ലെങ്കിൽ കാസ്മോസ്, വിശുദ്ധ ബൈബിൾ 1, ഉൽപ്പത്തി 1, തമിഴ് ബൈബിൾ മുതലാധാരം അല്ലെങ്കിൽ ജെനസിസ് ചാപ്റ്റർ 1, മലയാളം ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം 1-ാം അധ്യായത്തിൽ കുറച്ച് വെടി ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, ഉരുവാകട്ടെ. ടേ 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 സന്തോഷമില്ലല്ലോ. ഉൽപ്പത്തി 1 ടേ ടേ സ്വത്രം മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വാക്കാൽ 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതിന് സയൻസ് വിളിക്കുന്ന പേര് യൂണിവേഴ്സ്, പ്രപഞ്ചം, അല്ലെങ്കിൽ ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. സൂര്യൻ ചന്ദ്രൻ ആരും ഉണ്ടാക്കിയതല്ല. ഉൽപ്പത്തി 1:16 എല്ലാവരും ബൈബിൾ കൂടെ. പകൽ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യനും രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചമായി നിലാചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. അതാ 1:2 വരുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം കാണുന്ന പ്രപഞ്ചം അന്നേരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി നാം പാർക്കുന്ന ഭൂമി സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. സൂര്യനും ഭൂമിയും തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 15 കോടി കിലോമീറ്റർ ദൂരം. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടിരിക്കണം. സൂര്യൻ, ഭൂമി, മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ദൈവം ഭൂമി അതിൻ്റെ മകുടിയിൽ നല്ലതുപോലെ സൃഷ്ടിച്ചു. സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. അങ്ങനെയെങ്കിൽ പകൽ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ നാം പാർക്കുന്ന ഭൂമി. ഭൂമിയുടെ ഓട്ടം എത്രയാണെന്നറിയാമോ? 1260 കിലോമീറ്റർ സ്പീഡിൽ പമ്പരം കറങ്ങുന്ന ഒരു ഗ്രഹത്തിലാണ് നാം പാർക്കുന്ന ഭൂമി നിൽക്കുന്നത്. പകൽ വാഴുവാൻ സൂര്യൻ. സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്, അതിൻ്റെ പേര് ഹൈഡ്രജൻ. 7 തട്ടുകളിൽ കൂടിയ പ്രകാശം ഇറങ്ങി വരുന്നത്. 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 സ്ട്രാറ്റോസ്ഫിയർ, 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. 7 തട്ടുകളിൽ കൂടിയാ വരുന്നത്. ഇതൊന്നും അറിയാത്ത കാലത്ത്
ആറാമട എന്നൊരു അപ്പച്ചൻ പാട്ട് പാടി, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ. സന്തോഷമില്ലല്ലോ, പള്ളിക്കൂടത്തിൽ പാത്ത് അപ്പച്ചനാ പാടിയത്, മനസ്സിലാകുന്നവർക്കായി ആകാശത്തിൻ്റെ ശക്തി ഇളകുമെന്ന്. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം, ആ ഭൂമി 1260 കിലോമീറ്റർ പമ്പരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താ ഏറ്റവും നിർണായകമായി 5.5 കോടി കിലോമീറ്റർ ഭൂമി, അതിൽ 3.25 കോടി എന്തോ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. 2/3 ഭാഗം ഭൂമിയുടെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഭൂമി ആരാ ഉണ്ടാക്കിയത്? ആരുമല്ല ഭൂമി ഉണ്ടാക്കിയത്. ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, ഇയ്യോബിൻ്റെ പുസ്തകം 38:1-2, അത് കഴിഞ്ഞതിന് ശേഷം 23, 24, 34, 35 ഇയ്യോബിനോട് സ്വർഗം ചോദിക്കുന്നു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ചനക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശിചക്രങ്ങൾ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് പിടിക്കാൻ കഴിയുമോ? മനസ്സിലാകുന്നവർക്ക് ഇയ്യോബ് 38. അപ്പം ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാ? ബംഗാനൂര ഗോപിനാഥൻ ആശാരിയല്ല, സ്വർഗത്തിലെ ദൈവം ആ ഭൂമിക്ക് അടിസ്ഥാനമിട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അതിനുശേഷം വീണ്ടും സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 28:26, ഉത്തരദിക്കിനെ ഞാൻ ശൂന്യത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമി അട്രാക്ഷൻ നാസ്തിത്വത്തിൽ വിരിക്കുന്നു. അതാ നമ്മുടെ ഭൂമിയുടെ പ്രത്യേകത. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ, 7 തട്ടുകളിൽ കൂടിയ പ്രകാശം വരുന്നു. ഇനി ബൈബിൾ ക്ലിയർ ആയിരിക്കണം. സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്, അതിൻ്റെ പേര് ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ. ഇതാ ഉൽപ്പത്തി 1:16, പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴാൻ നിലാചന്ദ്രൻ. എല്ലാവരും ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കണം. സൂര്യൻ്റെ പ്രകാശം 7 തട്ടുകളിൽ കൂടിയ താഴേക്ക് ഇറങ്ങുന്നത്. ആ പ്രകാശം ഭൂമിയിൽ വരും, അത് ഡൈവേർട്ട് ചെയ്യുന്നതായി ഈ ചന്ദ്രനിൽ നിലാ വെളിച്ചം. ചന്ദ്രനിൽ പ്രത്യേകിച്ച് വെളിച്ചമൊന്നുമില്ല. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ ഇറങ്ങും, അത് റിഫ്ലക്റ്റ് ചെയ്ത് ഗ്ലാസ്സിൽ കൂടെ കയറുന്ന പോലെ ചന്ദ്രനിൽ കയറുന്നു. അതാണ് ചന്ദ്രൻ്റെ നിലാ വെളിച്ചം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ സൂര്യൻ്റെ പ്രത്യേകത എന്താ? പ്രപഞ്ചം, ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ തയ്യാറെടുക്കുന്നു. ആസ്പദമായി ഇന്ന് രാത്രി നമ്മുടെ സഭാദിനത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ആകാശത്തിനകത്ത് ഓസോൺ പാളി കീറിക്കഴിഞ്ഞു. എന്താ ഓസോൺ പാളിയുടെ പ്രത്യേകത? എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ കുട കൊടുക്കും. കുട കൊടുത്തിട്ട് പറയും, മക്കളെ വെയിലത്ത് നിൽക്കരുത്, കുടയെ തന്നെ പോയി വരണമെന്ന്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് ചൂടേക്കാതിരിപ്പാൻ രണ്ടാമത്തെ ഒരു പ്രതലം വെച്ചു, അതിൻ്റെ പേര് ഓസോൺ ലെയർ. ഇന്ന് രാത്രി നമ്മുടെ സഭാദിന കൺവെൻഷൻ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ഈ കുട കീറിപ്പോയി. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് എത്രയാണെന്നറിയാമോ? 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചൂട്. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ മനുഷ്യൻ കൊല്ലാനായിട്ട് ചൂടാ, പുനലൂരും പാലക്കാടും. അതിൻ്റെ അർത്ഥം എന്താ? പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. കണ്ടാട്ട് വെടിവച്ചാങ്കോവിലെ ശോശാമാമ അഭിലേഷുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം തീരാൻ പോകുക ചൂട് കൊണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിൻ്റെ പേര് ഗ്ലോബൽ വാർമിംഗ്, സൂര്യാഘാതം. പുറകെ മനസ്സിലാക്കി തരാം. അതിനാസ്പദമായി ഷൈൻ ബ്രദർ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്നത് കാണുകയും വേണം. ധ്രുവ ദീപ്തി, ഇതിന് വിളിക്കുന്ന പേരാ UV, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അതുകൊണ്ട് സജിപാസ്റ്റർ ക്യാൻസർ മുഴുവൻ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആഗോള താപനം. സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ദാണ്ട് സൂര്യാഘാതം മരണം 3. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി സജിപാസ്റ്റർ നിങ്ങൾ പിടിക്കരുത്. കേരളത്തിൽ ഒരു ദിവസം 3 പേരാ സൂര്യാഘാതത്തിൽ മരിച്ചത്. സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? ബൈബിൾ പുറകെ പറഞ്ഞു തരാം, എല്ലാവരും കേട്ടാട്ട്. ഈ പോന്ന വഴിക്ക് പാറശാലയ്ക്കപ്പുറം പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. പരശുവയ്ക്കൽ ഒരു രാജുചേട്ടൻ രാവിലെ പണിയെടുക്കാൻ വന്ന് കാപ്പിയാട്ടം വന്ന്. വീട്ടുകാർ വിചാരിച്ചു 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും. 2 മണിക്ക് പുള്ളി വന്നില്ല. 3:30 മണിയായപ്പോൾ ആ പരശുവയ്ക്കൽ അമ്പലത്തിൻ്റെ പുറത്ത് വയലിനകത്ത് കുഴഞ്ഞു കിടക്കാം. ആൾക്കാർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പാറശാല ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അല്ല, ഡയറക്റ്റ് സൂര്യൻ്റെ കീഴിൽ നിന്ന് ആൾ കുഴഞ്ഞു പോയതാ. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൾ പോയി. അതിൻ്റെ പേരാ സോളാർ ഇമ്പൾസ് റേഡിയേഷൻ. സൂര്യൻ മനുഷ്യനെ കൊല്ലും. കേരളത്തിൽ സംഭവിക്കും, എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാലമാ സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിനാസ്പദമായി ഇന്ന് ഈ കാര്യം പറയുവാൻ ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബെൽജിയം
അവിടെ എല്ലാവരും 2 കമ്പിളി 8 സോക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നവരാ, കണ്ടില്ലയോ? ഈ ദിവസങ്ങളിൽ അവിടെ മൊത്തം കൊടും ചൂട് കൊണ്ട് ഫ്രാൻസിൽ മാത്രം 4000 പേർ മരിച്ചുപോയി. അതിനുശേഷം ബെൽജിയത്തിലും അനേകം പേർ മരിച്ചുപോയി. അവിടെ ഈ കടകളിൽ നമ്മുടെ കണക്ക് AC ഒന്നുമില്ല. ഈ വയനാട്ടിലെ കണക്ക് അത്യാവശ്യം ഒരു ഫാൻ ഇട്ടിട്ട് എല്ലാം കൂടെ ഹല്ലേലൂയ പറഞ്ഞ് തണുപ്പത്ത് കിടന്നുകൊണ്ടിരുന്ന ഈ ചൂട് വരുമ്പോൾ ആരും അറിഞ്ഞില്ല, AC കിട്ടാനില്ല. മനുഷ്യനെ സോളാർ ഇമ്പൾസ് റേഡിയേഷനകത്ത് UV അൾട്രാ വയലറ്റ് വഴി കൊല്ലുന്ന ദിനം സമീപമായിരിക്കുന്നു. ആസ്പദമായി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം സഹോദരി വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രപഞ്ചത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങും. വായിക്കുന്നു സിസ്റ്റർ, വായിക്കുമ്പോൾ ബൈബിൾ കൂടെ എടുക്കാം. വെളിപ്പാട് 16-8-ാമത്തെ വാക്യം സഹോദരി വായിച്ചാട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. എല്ലാവരും ആ വാക്യ സിസ്റ്റർ വായിക്കുന്ന കൂടെ വെച്ചിരിക്കണം. സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്ക് മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. മതി സിസ്റ്ററെ, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇന്ന് രാത്രി കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് നല്ലൊരു അങ്കിളുണ്ട് ഗൂഗിളിനോട് ചോദിക്കണം, ആ ഫ്രാൻസിലും ജർമ്മനിയിലും എത്ര പേര് മരിച്ച ആ സൂര്യതാപം ഒന്ന് കാണിച്ചു തരാൻ. വളരെ ക്ലിയർ ആയിട്ട് തരും. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഒരു കാര്യം പറഞ്ഞു, സൂര്യനെ പേടിക്കണം, പകലിറങ്ങരുത്. മനസ്സിലാകുന്നവർക്കായി പുറകെ കേരളത്തിൽ വരാൻ പോവാ. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, 11 മണി മുതൽ 3 മണി വരെ റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. പിള്ളേർ വെള്ളം കുട കൂടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് കുപ്പിവെള്ളം സൈറ്റിനകത്ത് കൊടുക്കണം. പല പണി നടക്കുന്ന സൈറ്റുകളിലും വടിക്കാരോട് പറഞ്ഞ് നേരിട്ട് സൂര്യന്റെ കീഴിൽ നിൽക്കരുത്. 12 മുതൽ 2 വരെ ഏതെങ്കിലും പെരയുടെ കീഴിൽ കിടന്ന് ഉറങ്ങിക്കോണം. മനസ്സിലാകുന്നവർക്കായി എത്ര ക്ലിയറായി കേരളത്തിൽ പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. കുന്നിക്കോട് ജോൺസൺ ബ്രദർ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നു, കറണ്ട് അടിച്ചതല്ല, സൂര്യാഘാതത്തിൽ മരിച്ചുപോയി. എത്ര സ്ഥലത്ത് സൂര്യാഘാതത്തിൽ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നതിന് മുമ്പ്, വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, ഇന്നത്തെ ബ്രിട്ടനിലോ അതുപോലെ തന്നെ ഫ്രാൻസിലും ജർമ്മനിയിലോ ആയിരങ്ങൾ മരിച്ചു വീഴുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ബൈബിളിനകത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുഞ്ഞ് എഴുതിക്കോ, അന്ത്യകാലം സൂര്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതിന്റെ പേര് ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ക്ലിയറായി ഇന്ന് ലൈവിൽ കൂടി കൊടുക്കുന്ന സൂര്യാഘാതം ഒരേ ദിവസം കേരളത്തിൽ 3 പേർ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിന്റെ വരവടുത്തുപോയി. സംഭവങ്ങൾ മുഴുവൻ വചനത്തിന്റെ നിവൃത്തിയാകുന്നു. ബൈബിൾ ഒന്നാമത്തെ തെളിവ്, സൂര്യൻ ഏറ്റവും നിർണായകമായി മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. നമ്പർ 1, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ചാല് തുടങ്ങുന്നതിലുള്ള. രണ്ടാമത്തെ കാര്യം, ആകാശത്ത് നിന്ന് പാറകൾ വീഴും, രക്തം വീണും രക്തവെള്ളമായിട്ട് മനുഷ്യന് വെള്ളം കുടിച്ചു മരിക്കുന്ന ഒരു കാലം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. കുഞ്ഞു വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വായിക്കാം. വെളിപ്പാട് 8, 10, 11 വായിച്ചാട്ട് കുഞ്ഞെ. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. അതിന്റെ പേര് ആകാശപ്പാറ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ആസ്ട്രോയിഡ്, ആകാശപ്പാറ. അവിടെ നിൽക്കട്ടെ, നദികളിലും നീരുറവകളിലേക്ക് വീഴുന്നു. ആകാശത്തിൽ പാറയുണ്ടോ, വീഴുമോ? എല്ലാവരും ക്ലിയർ ആയിരിക്കണം. ഞാൻ പോയതിനു ശേഷം സജിപ്പാശ പിടിക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത്. വെല്ലൂരിൽ ആളക്കൊന്ന ഉൽക്ക, ആകാശത്തിനകത്ത് ഉൽക്ക കിടപ്പുണ്ട്. അതിന് വിളിക്കുന്ന പേര് ആസ്ട്രോയിഡ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാമത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ ലൈവ് നാട്ടുകാർക്ക് വായിച്ചു കൊടുക്കണം. റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ആകാശത്തിനകത്ത് പാറയുണ്ട്. അതിന്റെ പേര് ആസ്ട്രോയിഡ്, ആകാശപ്പാറ. എല്ലാവരും വചനം അങ്ങോട്ട് കേൾക്കണമേ. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മുടെ 2-3 പാറമലയുണ്ട്. പെരുങ്കടവിളയുണ്ട്, ആലത്തൂരുണ്ട്. ദാണ്ട് ഇതിന്റെ ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ മുക്കുന്നി മലയുണ്ട്. അവിടെ എല്ലാം ഈ പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും കോറിക്കകത്തല്ല വീഴുന്നത്, ചിലത് പുറത്തേക്ക് തെറിക്കും. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് പാറ വീഴും. അതിന്റെ പേര് ആസ്ട്രോയിഡ്. ഇടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലയോ? അങ്കമാലി തീഗോളം, മലപ്പുറത്ത് തീഗോളം, ഇസ്രായേൽ തീഗോളം. ഉടനെ ഞങ്ങളുടെ പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം കർത്താവ് നാളെ വരുമെന്ന്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി. ദൈവത്തെ ഓർത്ത് വീടും കാറ് റബ്ബറും വിൽക്കരുതേ മക്കളെ. ആകാശത്തെ തീഗോളമൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നതാ. അത് കണ്ടിട്ട് കർത്താവ് നാളെ വരുമെന്നൊന്നും പറയരുത്. കർത്താവ് വരാൻ സമയമെടുക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ കർത്താവ് വരും. മനസ്സിലാകുന്നവർക്കായി. വരത്തില്ല നല്ല തീഗോളം കണ്ടിട്ട്. അതുകൊണ്ട് തീഗോളം കണ്ടിട്ട് ഉടനെ ആൾക്കാർ ഫേസ്ബുക്കിൽ അവിടെ പോസ്റ്റ് ഇടും, തീഗോളം കർത്താവ് വരാറ്. KFCക്ക് ഓഫർ കൊണ്ട് ചിക്കിങ്ങി തിന്നിട്ട് അവസാനം പൈസ പോട്ട് പിന്നെ കർത്താവിന് കുറ്റം പറയരുത്. കർത്താവ് അങ്ങനെയൊക്കെ വരാൻ സമയമെടുക്കും. മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ആകാശപ്പാറ, ആകാശത്തിനകത്ത് 4 സെൻറ്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറയുണ്ട്. ഇത് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പേര് നക്ഷത്ര സ്ഫോടനം, സ്റ്റാർ വാർ. അങ്ങനെയെങ്കിൽ പാറ വീഴും. ഇനി എല്ലാവരും കേൾക്കണം. ഈരാറ്റുപേട്ടയിൽ ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പ്രസംഗിച്ചു. കർത്താവിൻ്റെ പറമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ മുദ്രകളിൽ. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞു. 2 ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷൈൻ പാസ്റ്റർ ലൈവ് കൊടുക്കുന്നപോലെ അന്ന് ഈരാറ്റുപേട്ടയിലെ നമ്മുടെ സിറ്റി TV, ഇവിടെ മന്നാ ടെലിവിഷൻ, പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ലൈവ് കൊടുക്കുന്നത് പോലെ അവിടെ എല്ലായിടത്തും ലൈവ് കൊടുത്തു. അന്ന് അവർ 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലൈവ് കൊടുത്തപ്പോൾ പിള്ളേർ പറഞ്ഞു, പാസ്റ്റർ ഈ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് പോലും പിടി കിട്ടുന്നില്ല, ആരെങ്കിലും സംശയം ചോദിച്ചാൽ കൊടയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്പർ തരാം, മൊബൈൽ നമ്പർ. അവർ നിങ്ങളുടെ ചാനൽ വിളിച്ച് നോക്കുന്നത് സിറ്റി ചാനൽ എന്തോ, അത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. 2-ാം ദിവസം പ്രസംഗം കഴിഞ്ഞു. രാത്രി ഒരു ദോശയൊക്കെ തന്നു. എനിക്ക് കൊട്ടാരക്കര വഴി തിരുവനന്തപുരമുള്ള സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് പിന്നെ തൊടുപുഴയെന്ന് എനിക്ക് വന്ന് ഈ പാല ഏറ്റുമാനൂർ കഴിഞ്ഞ് കോട്ടയം വരുമ്പോൾ ഒരു സാർ എന്നെ വിളിക്കുന്നു. സാറ് പറഞ്ഞു 2 ദിവസമായിട്ട് എൻ്റെ ഉറക്കം പോയെന്ന്. ഞാൻ പറഞ്ഞു എന്താ കാര്യം? ആ പ്രസംഗം കേട്ട് ഉറക്കം പോയെന്ന്. ഞാൻ പറഞ്ഞു സാറേ ബൈബിൾ വായിച്ചാൽ അതിൽ തന്നെ ഉറങ്ങുമെന്ന്. മനസ്സിലാകുന്നവർക്കായി ശ്രോത്രം, ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ തന്നെ കണ്ണ് മങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊരു അധ്യാപകനാണ്, പാലായില്ല, വളരെ അദ്ദേഹത്തിന് ഒരു സംശയം. ഞാൻ ഈ അസ്ട്രോയിഡിൻ്റെ കാര്യം പറഞ്ഞു, ആകാശത്തിൽ പാറ കൂട്ടിവിട്ടു. പുള്ളി എന്നോട് പറഞ്ഞതാ, ബൈക്ക് 2 എണ്ണം പാലായി കൂട്ടിമുട്ടുന്നു, ട്രെയിനിൻ്റെ കൂട്ടിയിടി പാളത്തിൽ ഒഴിവായി, വിമാനത്തെ ആകാശത്തിൽ കൂട്ടിയിടി ഒഴിവായി, ഈ ആകാശപ്പാറ എന്താ കൂട്ടിമുട്ടാത്തത്? നല്ല ചോദ്യം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ആ പാറ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടമെടുക്കപ്പെടും. പത്രോസിനോട് സ്വർഗം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കല. കുഞ്ഞേ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ അഴിക്കും. ഞാൻ പറഞ്ഞ ആ പാറ പൊട്ടുന്നതിന് മുമ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പാറ ഇപ്പം വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 2, ആകാശപ്പാറ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ പറമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി നമ്മൾ ഏറ്റവും വരാൻ പോകുന്ന വാട്ടർ, മലിനജലം, അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. സിസ്റ്ററിനെ അടുത്ത വാക്ക് വായിക്കാട്ടെ. ആ പാറ എവിടെ വീണു? വായിക്കാം. മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3/1 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനി സംഭവിക്കാൻ പോകുന്നത് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. അതിനാസ്പദമായി ജലജന്യ രോഗങ്ങൾ. നെയ്യാറ്റിൻകര കണ്ടില്ലയോ? അമീബ മസ്തിഷ്ക ജ്വരം വന്ന് അനാഥാലയത്തിലെ ഒരാൾ മരിച്ചുപോയി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശത്തിൽ നിന്ന് മഹാനക്ഷത്രങ്ങൾ താഴേക്ക് വീണാൽ, നദികളിലും നീരുറവകളിലും ആ നക്ഷത്രം വീണ് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ പലരും മരിച്ചുപോയി. അതിനാസ്പദമായി ഇന്ന് രാത്രി വചനം കേൾക്കണം. ഇവിടെ അടുത്ത് വിഴിഞ്ഞമുണ്ട്, പൂവാറുണ്ട്, പൊഴിയൂരുണ്ട്, പഴവഞ്ചാലുണ്ട്, പുല്ലുവിളയുണ്ട്. ഇടയ്ക്കൊരു സംഭവം നിങ്ങൾക്കറിയാം. മത്സ്യം കൂട്ടത്തോടെ കടൽ തീരത്ത് ചത്ത് കിടക്കുന്ന കാഴ്ച എത്ര പേപ്പറിനകത്തുണ്ടായിരുന്നെന്നറിയാവോ? പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്രാവിൻ്റെ കറ ഇറങ്ങിയാണ്ട് മത്സ്യം മരിച്ചെന്ന്. സ്രാവിൻ്റെ കറയല്ല, ആകാശത്തിൽ നിന്ന് ഉൽക്ക വീണപ്പോൾ അതിനകത്തൊരു തുള്ളിയുണ്ട്, അതിൻ്റെ പേരാ ഫ്ലൂറൈഡ്. മത്സ്യത്തിൻ്റെ ശ്വാസകോശം നമ്മുടെ നെഞ്ചിൻ്റെ കണക്കല്ല, കവിളില്ല. ഈ വെള്ളത്തിനകത്ത് ഉപ്പുണ്ട്. ഈ ഫ്ലൂറൈഡുമായിട്ട് മിങ്ക് ചെയ്തപ്പോൾ ഒരു കെമിക്കലായി. ഈ മത്സ്യത്തിന് അവിടെ കിടക്കാൻ വയ്യ. അവൻ ജീവനും കൊണ്ട് കരയ്ക്ക് വന്ന് പിടച്ചടിച്ച് ചത്ത് കിടക്കുന്നതാ. മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച വിഴിഞ്ഞം, കൊല്ലം, കാപ്പാട്, കോഴിക്കോട് ഈ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ ചത്ത് കിടക്കുന്ന കാഴ്ചയെങ്കിൽ
കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കാൻ പോകുന്നത് ജലജന്യ രോഗങ്ങളുണ്ടാകും. നദികളിലും നീരുറവകളിലും വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് വെള്ളത്തിൻ്റെ വിഷയം വളരെ ശക്തമായി വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എവിടെയെങ്കിലും കൺവെൻഷൻ നടക്കുമ്പോൾ പലയിടത്തും പൈപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ യേശു വരാൻ കാലമായെന്നല്ല എഴുതിയേക്കുന്നത്. ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം അമൂല്യമാണ്, തുറന്നു കളയരുത്. സന്തോഷമില്ലല്ലോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഉച്ചയ്ക്ക് ടിഫിൻ തുറക്കുമ്പോൾ അമ്മണി ചേച്ചി വടിയാട്ട്, അമ്മണി സിസ്റ്റർ വടിയാട്ടിരിക്കുക, പൈപ്പ് പെട്ടെന്ന് അടച്ചോണം. സന്തോഷമില്ലല്ലോ? പാറശാല ഷീല കല്യാണം അമ്പണ്ടവ കള്ളിക്കാട് ദീപേ ചെന്നാൽ ഈ പൈപ്പിൻ്റെ മേട്ടിലല്ല യേശു വരാൻ കാലമായെന്നല്ല, വെള്ളം അമൂല്യമാണ്. മനസ്സിലാക്കുന്നവർക്കായി ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഒരു പക്ഷേ ഞാനിവിടെ സഭാദിനത്തിൽ വന്നില്ലെങ്കിലും ഇനി ഒരു സംഭവം വരാൻ പോകുന്ന ആഗോള വ്യാപകമായി കയ്യിലെ ചൂടനുസരിച്ച് വെള്ളം കിട്ടും. ഇന്ന് പല ഹോട്ടലുമായിട്ടുണ്ട്. നിങ്ങൾ ടാപ്പ് തുറണ്ട, കൈ കാണിക്കുക, കീ കീ കൂക്കു, വെള്ളം വരും, അടയ്ക്കാം. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ? ആ ചൂട് മാറിക്കഴിയുമ്പോൾ അപ്പം നമ്മുടെ വെടിവച്ചാങ്കുവിലെ പള്ളിച്ചെല്ല ചേട്ടന്മാർ പറയാം, പാസ്റ്ററെ ഒന്ന് കഴിവിട്ട് പിന്നെയും കൈ കാണിക്കുന്നത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. സന്തോഷമില്ലല്ലോ? അതിനാസ്പദമായി റേഷൻ തിങ്കളാഴ്ച മേടിച്ചിട്ട് ബുധനാഴ്ച റേഷൻ കടയിൽ ചെന്ന് സഹോദരി അടുത്ത് കൈവെക്കുമ്പോൾ മെനഞ്ഞാന്നെല്ലാം തൂക്കി കൊണ്ടുപോയതേ ഉള്ളൂ, കറുവാപ്പസി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഒരു പ്രാവശ്യം കൈവച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വെള്ളം കിട്ടത്തുള്ളൂ. അങ്ങനെ വെള്ളം കിട്ടുന്ന ഒരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം, ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യാശയുണ്ട്. സുഖോറിൻ്റെ യാക്കോബിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മാമ ഉണ്ടായിരുന്നു, ശമരിയാക്കാരി അമ്മാമ. വല്ലവർക്കും അറിയാമോ അങ്ങനെ ഒരു അമ്മാമയെ പറ്റി? ശമരിയാക്കാരി അമ്മാമ പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം പറഞ്ഞ് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പം ഒരുവൻ്റെ കൂടെ ബൈക്കേക്ക് ഇറങ്ങുവന്ന്. സന്തോഷമില്ലല്ലോ? 5 മനസ്സിലാക്കുന്നവർക്കായി. അത് ബൈബിൾ പഠിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ആ സഹോദരിക്ക് 5 ഭർത്താക്കന്മാരേ ഇല്ലായിരുന്നു. അവൾ 5 മലയിൽ ആരാധിച്ചു കൊണ്ടിരുന്നതാണ്. അവിടെ പിന്നെ മോറിയ, അക്ര, സെയ്ത ഈ മലകളിലാണ്. പിന്നെ 5 മലയെന്ന് പറഞ്ഞ് ഇവൾ ആരാധിക്കാൻ പോയാലും എവിടെ പാരമ്പര്യം ഇടത്തില്ല. അതുകൊണ്ടാണ് ഈ വല്യപ്പൻ്റെ കിണറിയിട്ട് തൊട്ടിയും ഇതുമായിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് മാറ്റി, കാട്ടാക്കട വണ്ടി സാറിന് ഇപ്പം നമ്മുടെ പേയാട് വഴി പോകുന്ന വണ്ടി ഊരൂട്ടമ്പലം വഴി വിട്ടതുപോലെ യേശു അതുവഴി ഒന്ന് ചെന്നു. ശമരിയാക്കാരിയോട് പറഞ്ഞ് എനിക്ക് ദാഹമുണ്ട്, വെള്ളം തരണത്. ശമരിയാക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു യഹൂദൻ, ഞാനൊരു ശമരിയാക്കാരി. അപ്പോൾ യേശുവിന് പിടികിട്ടി പാരാസെറ്റമോൾ കൊടുത്താലും രക്ഷയില്ലെന്ന്. സന്തോഷമില്ലല്ലോ? യേശു ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞേറ്റില്ല. രണ്ടാമതായിട്ട് യേശു എന്തോ ഇതെന്നറിയോ, പിന്നെ തർക്കം അന്വേഷിച്ചപ്പോൾ യേശു ഒരു കാര്യാടിയും ചെയ്ത് വചന MRI സ്കാൻ അവിടെ നെഞ്ചിൽ അടിച്ചു കൊടുത്തു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അവിടെ തൊട്ടിയും പോയി, വെള്ളവും പോയി. നിന്നോട് ചോദിക്കുന്ന ആരാ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശു അവളോട് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന ജീവജലം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കയില്ല. ആ ശമരിയാക്കാരി ആൻറ്റിയ ആദ്യത്തെ പരസ്യത്തിൽ പ്രസംഗിച്ചത്. സന്തോഷമില്ലല്ലോ? പത്രോസും പൗലോസും അല്ല. അയ്യോ, ശമരിയാക്കാരി ആൻറ്റി വെള്ളം കുടിച്ചിട്ട് ഓടി വന്ന് റോഡിൽ വെച്ച് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, ഞാൻ സാക്ഷാൽ മശിഹായെ കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വെള്ളം കുടിച്ച് ഇവിടെ മനുഷ്യൻ വാട്ടർ ഇൻഫെക്ഷനകത്ത് അമീബ, മസ്തിഷ്ക ജ്വരം, ഈ കോള, ഷിഗല്ല, ഇതെല്ലാം ഇന്ന് കോഴിക്കോടെല്ലാം അടിക്കുന്ന ഷിഗല്ല കേരളത്തിലെല്ലാം വെള്ളത്തിൽ കൂടെ വരുന്നതാ. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ വെള്ളം ഞങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. 3-ാമത്തെ സംഭവം. 4-ാമത്തെ സംഭവം ഏറ്റവും നിർണായകമായി മനസ്സിലാക്കാം. ഇവിടെ കിട്ടാൻ പോകുന്നത് രക്തവെള്ളം. മനുഷ്യൻ രക്തവെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു കാലം വരാറായി. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം സഹോദരി ഒന്ന് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. വായിച്ചോട്ടെ. രണ്ടാമത്തെ ദൂതൻ ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. അവിടെ നിൽക്കട്ടെ. അടുത്തത് കടലിലെ പ്രാണികൾ. ആന്റി ഒന്ന് വായിച്ചാട്ടെ. അതുകൂടെ കടലിലെ പ്രാണികൾ. എൻ്റെ കമ്പ്യൂട്ടർ ശരിയല്ല. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കിടക്കുന്ന വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. വാട്ടർ ഇൻഫെക്ഷൻ മാത്രമല്ല. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഞാൻ പറഞ്ഞില്ലയോ, ആകാശത്തിൽ വൻമല പോലെ, നക്ഷത്രങ്ങളല്ല, അസ്ട്രോയിഡിനപ്പുറം ആകാശത്തിൽ മലകളുണ്ട്. അങ്ങനെയെങ്കിൽ ആ മല ഒരെണ്ണം വീണാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പാർട്സ് ആയിട്ട് വീണാൽ കിണറ്റിലും വീഴും, സമുദ്രത്തിലും വീഴും, കരമനയാറിലും വീഴും, കിള്ളിയാറിലും വീഴും, ഇവിടെ നെയ്യാറിലും എല്ലായിടത്തും വീഴും. അങ്ങനെ വീണ സ്ഥലങ്ങളുണ്ട്. ദാണ്ടേ എല്ലാവരും കാണണം. ആകാശത്തിൽ നിന്ന് വീണതാ. സോമാലിയ ജലദുരന്തം, ശ്രീലങ്ക
ജലദുരന്തം ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇതാ പ്രസംഗത്തിന്റെ കാന്തലായ ഭാഗം, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണം, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്താ അതിന്റെ വിഷയമെന്നറിയാമോ? ആകാശത്തിൽ നിന്ന് വൻമല പോലെ ഈ പറഞ്ഞ കാര്യം വീഴും, നദികളിൽ വീഴും, നീരുറകളിൽ വീഴും. എന്താ? രക്തമായി തീരും, വെള്ളം രക്തമായി തീരുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നെയ്യാറിനകത്ത് ഒരെണ്ണം വീണാൽ, നെയ്യാറിന്റെ കൈവഴികൾ കള്ളിക്കാട്, മണ്ഡപത്തിൻ കടവഴി വഴി വിരായുമോട് ഇവിടെ മൊത്തം വരാറായി. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പമ്പിങ് നടക്കുന്ന അരുവിക്കരയിലെ വെള്ളമാ. പട്ടം, സ്റ്റാച്ചു, കേശവദാസപുരം, മണ്ണന്തല, കിഴക്കേക്കോട്ട, സെക്രട്ടേറിയറ്റ് എല്ലാം വരുന്ന അരുവിക്കരയിലെ പമ്പിങ്. രാത്രിയിൽ അരുവിക്കരയിൽ ആകാശത്തു നിന്നൊരു വൻമല പോലെ വീണാൽ തിരുവനന്തപുരത്തെ ടാപ്പുകളിൽ മുഴുവൻ രക്തവെള്ളം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോട്. നമ്മുടെ കിണറ്റിനകത്ത് ദാണ്ട മുക്കുന്നി മലയിലെ കണക്ക് ഈ പാർട്സ് ഒരെണ്ണം വീണാൽ ആന്റി രാവിലെ എഴുന്നേറ്റ് അച്ചായന് കാപ്പി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വരുന്നത് രക്തവെള്ളം. വരാൻ പോകുന്ന കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ന് രാത്രി ദൈവമക്കൾ, അതിനുശേഷം ഇവിടുത്തെ കുടിവെള്ള പദ്ധതി രാവിലെ വെള്ളം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കണ്ടോ, സോമാലിയയിൽ പെയ്തിറങ്ങി ഈ രക്തവെള്ളം. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും പെയ്തിറങ്ങുന്ന രക്തവെള്ളം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി ടാപ്പ് തുറന്നാൽ രക്തവെള്ളം. അത് കഴിഞ്ഞ് എന്ത് ചെയ്താലും കിട്ടാൻ പോകുന്ന രക്തവെള്ളം. നമ്മുടെ സ്വന്തം സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന പള്ളിച്ചൽ ഒരു സഹോദരി, ഒരു ആന്റി രാവിലെ 5:30 ആ ആകാശത്തിൽ നിന്ന് ഇത് വീണ അറിഞ്ഞില്ല. മനസ്സിലാകുന്നവർക്കായി കിണറ്റിനകത്ത് വീണ് കിടക്കുക. പമ്പ് ചെയ്തപ്പോൾ രാവിലെ വരുന്ന രക്തവെള്ളം. കാപ്പി ഇടാൻ പോകുന്നത് രക്തവെള്ളത്തിനകത്ത്. കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നില്ല. എന്നാ വിചാരിച്ചു കുടിവെള്ള പദ്ധതിയാണ്, ടാപ്പ് തുറന്നപ്പോൾ അരുവിക്കരയിൽ വരുന്ന പമ്പിങ്ങിനകത്ത് രക്തവെള്ളം. എന്നാ വിചാരിച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പറ്റിയില്ല. ഇനി 10 മണിക്ക് തുണി കഴുവാനുണ്ട്. ഇവിടുന്ന് വെങ്ങാനൂരോ വെണ്ണിയൂരോ കരക്കാട്ടുപള്ളി അങ്ങോട്ട് പോകുന്ന എവിടെയെങ്കിലും പെരിങ്ങമലയോ എവിടെയെങ്കിലും ഒരു ചെറിയ നദിയോ പുഴയോ ഉണ്ട്. അവിടെ പോയി തുണി കഴുവാൻ ആക്റ്റീവ സ്കൂട്ടറിനകത്ത് തുണിയുമായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? മുഴുവൻ രക്തവെള്ളം കിടക്കുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പള്ളിച്ചലുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാപ്പിയിടുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തുണി കഴുകുന്നത് രക്തവെള്ളം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലേ വീഴാൻ പോകുന്ന രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തം ഞങ്ങളുടെ തുണി കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഏതാ? ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലതും നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണവേ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, ആരുടെ കയ്യിൽ കൊടുത്തു? പടയാളിയുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആകാശത്തിൽ നിന്ന് പാറ വീണ് ഇവിടെ രക്തവെള്ളം ഒഴുകുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി പട്ടണത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമാണ്. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ചേട്ടാ, ചേച്ചി, സഹോദര, സഹോദരി, വീതിക്കകത്ത് ഞങ്ങള് കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച്, യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറാ. ഇന്ന് രാത്രി റിവൈവൽ ഫെലോഷിപ്പ് ചർച്ച് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകുന്ന എന്താ നമ്മുടെ വിഷയം മനസ്സിലാക്കണം. എന്താ? നമ്മുടെ പള്ളിച്ചൽ 2 സഹോദരന്മാർ. ഒരു സഹോദരൻ്റെ പേര് ജോസ് ബ്രദർ, മറ്റേ സഹോദരൻ്റെ പേര് ജോപ്പൻ ബ്രദർ. 2 പേർക്ക് തൃശ്ശൂർ പോകണം. എല്ലാവരും കേട്ടാട്ടെ. അവർ 2 പേരും വിചാരിച്ചു ബസ്സിൽ പോകുന്ന തെള്ള റോഡ് പണി നടക്കുന്നു. നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ജോപ്പൻ ബ്രദർ 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. 9 മണിയാണ്. അപ്പോൾ ജോസ് ബ്രദർ എന്ന് തത്കാലം എഴുതി കൊടുത്ത് എനിക്ക് തൃശ്ശൂർ പോകണം. സൗകര്യം പറഞ്ഞു മുംബൈ കന്യാകുമാരി 9:30 വരും, എഴുതിത്തരാൻ പറഞ്ഞു. നോക്കിയപ്പം SLR 22 സീറ്റ് 8 കിട്ടി. 2 പേരും വ്യത്യസ്തരാ. അവർ തങ്ങളെ അറിയത്തില്ല. 2 പേരും നമ്മുടെ ശരവണായിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
आद्यते अनाउंसमेंट വരുന്ന यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी कोच्चि कोकर तक मुंबई जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाटफॉर्म में आएगा മനസ്സിലാകുന്നവർക്കായി. ഇച്ചിരി കഴിഞ്ഞ് മലയാളത്തിനകത്ത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് കൊച്ചി വഴി മുംബൈയിലേക്ക് പോകുന്ന ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചില നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അന്നേരം ഉണ്ട് വിസിലും കേട്ട് ഗൂഗു ഗൂഗു തീവണ്ടി ഗൂഗിപ്പായും തീവണ്ടി. മനസ്സിലാകുന്നവർക്കായി SLR ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് 4-നകത്ത് ആര് ചെന്ന് നിന്നു? ജോസ് നിന്ന്, ജോപ്പന് നിന്നു. ജോപ്പൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ജോസിൻ്റെ തത്കാൽ ടിക്കറ്റ്. കഷ്ടകാലത്തിന് എൻ്റെ പൊന്നു ചേച്ചി TTR വാതക്കലും ഉണ്ടായിരുന്നു. സ്വോത്രം. ജോപ്പൻ കയറാൻ നേരം ടിക്കറ്റ് ചോദിച്ചു. ജോപ്പൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി. അവൻ തമിഴ്നാട്ടുകാരനായിരുന്നു. അയ്യോ இந்த மாதிரி டிக்கெட் மாதிரி ட்ரெயினுக்குள்ளே கிடைக்காது, இங்கே எங்கே அண்ணாச்சி கடையில் നിന്ന് ടീ സാപ്പിടുங்க. സന്തോഷം ഇല്ലല്ലോ, ഈ ടിക്കറ്റ് വാട്ട് ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല, അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി ജോസ് ഉടനെ തത്കാൽ കാണിച്ചു 22 210 ടിക്കറ്റ്. ഉടനെ പറഞ്ഞ് ബ്രദർ ഉള്ള ഉക്കാരങ്ക ഉങ്ക സീറ്റ് ഇതാ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പ്രസംഗം തുടർച്ചയായിട്ട് കേട്ടിട്ട് സഹോദരങ്ങളെ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ വഴിയരികെ നിന്ന് പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റുള്ളവനൊരു പ്രത്യാശയുണ്ട്. കാന്തൻ വരാറായി. ആ ടിക്കറ്റുള്ളവനെ ചേർക്കുവാൻ സ്വർഗീയ കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരുവാൻ കാലമായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി വീതിക്കകത്തോ തെരുക്കോണിനകത്തോ ഇരിക്കുന്ന തായെ തകർപ്പരെ തമ്പി തങ്കച്ച് இந்த நாள்களிலே உலக தீராராய் எங்க கூட நீ ஓடாது. எங்க மாதிரி அருமையான செய்தியை கேட்டு நெஞ்சுக்குள்ள கை வச்சு ஏசோப்பா என் ரட்சகர், ஏசோப்பா என் கர்த்தர், அவன் ராஜனுக்கு ராஜாவாய் வருவது. அது மாதிரி நீ விசுவசிச்சு கருத்தை உயர்த்தி கர்த்தருக்கு மகிமை கொடுத்தார். இந்த நாட்களிலே உன் பேர் ஜீவ புஸ்தகத்தில் சேர்க்க, ജീവ പുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4 കാര്യം കൂടെ ബാക്കി പറയുമ്പോൾ അവസാനിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ കൊടുക്കും. കൃത്യസമയത്ത് അവസാനിക്കും. കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്കൊരു കാണിക്ക കൊടുത്ത് സഹായിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടി. പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി.
സന്തോഷമുള്ളവർ ആ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടി ഈ ലോകം അസ്തമിക്കാറായി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. മത്തായി 24 നാം വായിച്ചു തുടങ്ങിയത്. 30 മിനിറ്റൂടെ പ്രഭാഷണം, ഒരു പാട്ടുകൂടെ പാടുമ്പോൾ അവസാനിക്കും, ബാക്കി നാളെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ കാലത്തിലെ കഷ്ടം കഴിച്ച് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും. അതിനുശേഷം എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, മനുഷ്യപുത്രൻ മഹാ തേജസ്സോട് ശക്തിയോട് മടങ്ങി വരും. ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിച്ചുകൊണ്ട് അവൻ മടങ്ങി വരുന്ന നാം കാണും. 4 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്ന ഒരു കാലം വരാറായി. ആ സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ, നീതിസൂര്യനായ കർത്താവ് മടങ്ങി വരും. ആകാശത്തിൽ നിന്ന് പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ എടുക്കപ്പെടും. ഇവിടെ വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ വന്ന് വാട്ടർ ഇൻഫെക്ഷൻ പോലെ കാഞ്ഞിരം പോലെ അനവധി പേർ മരിച്ചു വീഴും. അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ മശിഹ മടങ്ങി വരും. ആകാശത്ത് നിന്ന് വീഴുന്ന വൻമലകളിൽ വെള്ളം മുഴുവൻ രക്തമായി തീരും. സമുദ്രത്തിലെ മരണം പോലെ മനുഷ്യൻ പിടച്ചടിച്ച് മരിക്കുന്ന ഒരു കാലം വരാറായി. ആ രക്തവെള്ളം നമ്മുടെ അടുപ്പിൽ വരുന്നതിന് മുമ്പ്, വസ്ത്രത്തിൽ വീഴുന്നതിന് മുമ്പ്, നമ്മുടെ തലകളിൽ അത് പതിയുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും. അടുത്ത 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ. അതിനകത്ത് വരാൻ പോകുന്ന വൻ ഭൂകമ്പം. ഇതാണ് ഇന്നിപ്പോൾ വെനീസുല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പൈൻസ് എല്ലാം ഭൂകമ്പം ഉണ്ടായി. എന്താ ഭൂകമ്പം? ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ വചനം അങ്ങ് കേൾക്കണം, നല്ല വ്യക്തമായിട്ട്. നാം പാർക്കുന്ന ഭൂമി, സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. ഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭൂമിക്ക് അടിസ്ഥാനമായി 3 തട്ടുകളാണ്. ഒന്ന് ക്രിസ്റ്റ്, 2 അവിടെ ആ വീട് വെക്കാൻ വെള്ളം കിട്ടും, ഇതെല്ലാം 1-ാം ഘടകം ക്രിസ്റ്റ്. 2 കട്ടിപ്പാറ, 2000 കിലോമീറ്റർ മാൻഡിഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിനെ വിളിച്ചിട്ടുണ്ട്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം, അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. ദൈവം ഭൂമി ഒരു നാളും ഇളകിപ്പാത വണ്ണം, സങ്കീർത്തനം 104:3-4 ആ വാക്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഭൂമിയുടെ അടിസ്ഥാനം ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം അതിനെ അടിസ്ഥാനത്തിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാ ടെക്ടോണിക് പ്ലേറ്റ്. ടെക്ടോണിക് പ്ലേറ്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ ഭാഗമാ കോർ, അതിൻ്റെ പേരാ പാതാളം. പാതാളത്തിനകത്ത് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 1 പാതാളം, 2 യാതനാസ്ഥലം, 3 അഗാധ കൂപം. ഇതാ പാതാളത്തിൻ്റെ മെയിൻ പ്രത്യേകത. ഒരിക്കൽ കൂടി സയൻസ്: 1 ക്രിസ്റ്റ്, 2 മാൻഡിഡ്, 3 ടെക്ടോണിക് പ്ലേറ്റ്, കമ്പനങ്ങൾ ഭൂമിയെ നിലനിർത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലാ ഏറ്റവും നിർണായകമായി അധോഭാഗം. ഇയ്യോബ്, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു, ഭൂമിയിൽ നിന്ന് ആഹാരം വിളയുന്നു, അധോഭാഗം. അങ്ങനെയെങ്കിൽ 1ാമത്തെ പ്ലേറ്റ്, ആ പ്ലേറ്റിൽ കൂടെ രാഹുൽ ഗാന്ധി ഇതിലെ കൂടെ ഭാരത് ജോഡോ, കന്യാകുമാരി, കാശ്മീർ, അതുവഴി നേരെ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഗൾഫ് വരെ കിടക്കുന്ന, തുർക്കി വരെ കിടക്കുന്ന പ്ലേറ്റാ ഏഷ്യൻ പ്ലേറ്റ്. 2ാമത്തെ പ്ലേറ്റ് പറഞ്ഞുതരാം: ന്യൂഡൽഹി, ബർമ്മ, റംഗൂൺ, അത് കഴിഞ്ഞ് നേരെ UK, അങ്ങനെ പോയി ആഫ്രിക്കയുടെ അറ്റം വരെ കിടക്കുന്ന 2ാമത്തെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. അതുകൊണ്ടാണ് ഡൽഹിയിലാണ് ഭൂകമ്പം നടക്കുന്നത്. ടെക്നോ പാർക്കിലെ പെങ്കൊച്ച് ജീവനം കൊണ്ട് സ്ഥലം വിടും, മനസ്സിലാകുന്നവർക്കായി. കുലുങ്ങുന്നത് ഡൽഹിയാ, ടെക്നോ പാർക്കിലെ ഗ്ലാസ് കൂട്ടിയിടിക്കും. അതാ ഈ കമ്പനം നടക്കുന്നത്, അതിൻ്റെ പേരാ ഭൂകമ്പം. അത് കഴിഞ്ഞിട്ട് പാതാളത്തിനകത്ത് 4 തട്ടുണ്ട്. 1 ജനറൽ, 2 സ്ലീപ്പർ, 3 AC. അതാ പാതാളം, യാതനാസ്ഥലം, അഗാധകൂപം. അങ്ങനെ അവിടെ പോയ ഏതെങ്കിലും അച്ചായന്മാരെ പറ്റി വല്ലവർക്കും അറിയാമോ? ലൂക്കോസ് 16 ഒരു അച്ചായനുണ്ട്. അച്ചായൻ്റെ പേരാ പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ ധനവാൻ. സന്തോഷമില്ലല്ലോ? അങ്ങനെ പേര് കേട്ട എത്ര പേരുണ്ട്? സ്വോത്രം. പിന്മാറ്റത്തിൽ പുത്തൻ വീട്, പേര് ധനവാൻ തോമാച്ചായൻ. പള്ളി വരത്തുമില്ല, ആരാധനയ്ക്ക് വരത്തുമില്ല, ലൂലു മാളിലും അവിടെ ഇവിടെ എല്ലാം കൂടെ പോയിക്കൊണ്ടിരുന്നത്. അച്ചായൻ്റെ പടിവാതൊക്കെ വീട്ടുവാതൊക്കെ ഒരുവനുണ്ടായിരുന്നു, ലാസർ. അച്ചായൻ കുറച്ച് മാന്യതയുള്ളവനായിരുന്നു. ഇന്ന് അച്ചായന്മാരെന്ന വല്ല അൽസേഷനെ വിട്ട് കടിപ്പിച്ചാണ്, മനസ്സിലാകുന്നവർക്കായി. ഈ അച്ചായ ഇടയ്ക്കിടയ്ക്ക് 2 പരിപ്പോടെയും ചായയും കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ ലാസറും അവിടെ കിടന്നില്ല, കല്ലെറിഞ്ഞാനും അതിൽ മനസ്സിലാക്കുന്നവർക്കായി. അപ്പോൾ 2 പേർക്കും കോവിഡ് അടിച്ചു. അച്ചായനെയും ലാസറിനെയും കൂടെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി സീരിയസാ. അച്ചായൻ്റെ മക്കൾ ഒരുത്തൻ കുവൈറ്റിലായിരുന്നു, ഒരുത്തൻ UK-ലായിരുന്നു. എത്ര പൈസ പോയാലും വേണ്ടിയല്ലോ, പപ്പായ്ക്ക് പ്രോട്ടീൻ ട്രിപ്പ് ഇട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കണോ. മെഡിക്കൽ കോളേജ് പേപ്പർ മേടിച്ച് പപ്പായ കിംസി കൊണ്ടുപോയി, മനസ്സിലാകുന്നവർക്കായി. അവർ പ്രോട്ടീൻ ട്രിപ്പൊക്കെ അടിച്ച് നെഗറ്റീവാക്കി കോവിഡ്. ആ സമയത്ത് പാവപ്പെട്ട ലാസർ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തൊക്കെ കിടന്ന് തട്ടിപ്പോയി. 108 ആംബുലൻസുകാർ കൊണ്ടുവന്ന് മലമുകളിൽ കൊണ്ട് തട്ടി. അടക്കം എവിടാന്ന് പോലും അറിഞ്ഞില്ല. പിന്നെ ലാസറിനെ എല്ലാവരും കൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി, മനസ്സിലാകുന്നവർക്കായി. ധനവാന്
നല്ല കോവിഡൊക്കെ മാറി കുഞ്ഞുങ്ങളുടെ വീഡിയോ കോളിൽ സംസാരിച്ച് അവൻ നല്ലവനല്ലോ അവൻ എന്നേക്കുമുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഉള്ളു ഒബ്സർവേഷന്. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ നേരപ്പോൾ അർദ്ധരാത്രിക്ക് ഹാർട്ട് അറ്റാക്ക്, മാടനടി, ധനവാൻ കിംസി വെച്ച് മരിച്ചും പോയി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. പൈസ പോയത് മിച്ചം. എല്ലാവരും കൂടെ ഫ്രീസറിനകത്ത് ഡെഡ് ബോഡി വെച്ച് വന്ദേ ഭാരത് പ്ലെയിനകത്ത് UK നിന്ന് കുവൈറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് പള്ളി പോകത്ത് ധനവാന് വേണ്ടി ജനലാശുപത്രിയുടെ അവിടുന്ന് നേരെ ബാലരാമപുരത്തേക്ക് പാട്ട്. എന്താ ലോകേ ഞാൻ എന്നോട്ടം തികച്ചു. പള്ളി ഇതുവരെ കയറാത്ത ധനവാന്റെ പാട്ടാ. മനസ്സിലാകുന്നവർക്കായി. ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിലൊരു അച്ഛയും ഷാപ്പി കല്ലുവാലൊക്കെ മധ്യ ദുരന്തത്തിൽ മരിച്ചുപോയി. മോനെങ്ങാണ്ട് വെളിനാട്ടിലായിരുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ കള്ള മദ്യം തരുന്ന അച്ഛയും കുടിച്ചതിൻ്റെ ഡെഡ് ബോഡി പാടിക്കൊണ്ടുവരുന്നു. എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. മനസ്സിലാകുന്നവർക്കായി. അതാ ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പാട്ട്. വേറെ ഞാൻ ആരെയും കുറ്റം പറയല്ല. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? അച്ഛനെ എന്താ നേരെ കോവിഡ് നെഗറ്റീവ് ആയിട്ട് ഭയങ്കര ശുശ്രൂഷയായിരുന്നത്. ഞങ്ങളുടെ പാസ്റ്റർമാർ പ്രത്യേകിച്ചും പറഞ്ഞു അച്ചായം പള്ളിക്ക് മണി തന്നു. CSL ബിഷപ്പ് വന്ന് പാസ്റ്റർമാർ പറഞ്ഞു പാൻ തന്നു. എല്ലാം തന്നു. നല്ല അടക്കമായിരുന്നു. അച്ചാൻ്റെ കൊച്ചുമോൻ ഒരു കുഞ്ഞു പയ്യനുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുമോൻ ഇരിക്കുന്ന പോലെ നല്ല മോൻ. ദൈവം അനുഗ്രഹിക്കട്ടെ, നാളെയും വരണം. അപ്പോൾ ഈ പപ്പ ഇടയ്ക്കിടയ്ക്ക് ഈ പാറശാല പ്രശാന്തി ബാറിൽ കുടിക്കാൻ പോയിട്ട് അവന് നല്ല മിൽക്കിയുടെ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം മരിച്ചു, ഇനി ചോക്ലേറ്റും കിട്ടത്തില്ല. അപ്പോൾ അവൻ നോക്കിയപ്പോൾ പണ്ടത്തെ വലിയ 1/2 കിലോയുടെ ഫോണുണ്ട് സജിപ്പാസ് എറിക്സോണിൻ്റെ നോക്കിയാണ്. പയ്യൻ വിചാരിച്ച് എവിടെയെങ്കിലും ചെന്ന് അപ്പച്ച ഒരു മെസ്സേജ് അടിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ശുശ്രൂഷ മുടിവ് വന്നപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ ഡെഡ് ബോഡി നമ്മൾ പെട്ടിയിലേറ്റ് മാറ്റാൻ പോകും, കുടുംബക്കാരെ വെച്ച് ബാക്കിയെല്ലാം പുറപ്പിലോട്ട് നിന്നോളാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോൾ അപ്പനും കൊച്ചുമക്കൾ ബാക്കി എല്ലാവരും കൂടെ തലയണയെല്ലാം വെച്ച് പിന്മാറ്റത്തിൽ ധനവാൻ തോമാച്ചാൻ്റെ തല പോക്കിയപ്പോൾ ഈ കൊച്ചുവാനൊരു കാര്യം ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുവന്നൊരു മൊബൈൽ തലയുടെ കീഴിലും വെച്ച്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. ഭയങ്കര അടക്കം, വെറൈറ്റി, മാർബിളി, RIP, കാട്ടാക്കടിയിൽ നിന്ന് എന്തെല്ലാം പാട്ടും കൂത്തും നല്ല പാട്ടുകാരും എല്ലാം റെഡിയാക്കി. പക്ഷേ അപ്പച്ചൻ പോയത് സ്വർഗത്തിലോട്ടല്ല, അപ്പച്ചൻ പാതാളത്തിൽ പോയി. പാതാളത്തിൽ ചെന്നപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പവർ കട്ടും വന്ന് ഒരു പ്രളയവും വന്ന് 40 ദിവസം കറണ്ടുമില്ല. അപ്പോൾ അപ്പച്ചൻ തോമാച്ച അവിടെ ചെന്നപ്പോൾ പള്ളിച്ചലയും പ്രാവച്ചമ്പലത്തിലെ സകല കുടിയന്മാരും അവിടെ കിടക്കുക. എൻ്റെ പൊന്ന് തോമാച്ച, പ്രാവച്ചമ്പലത്ത് കൺവെൻഷൻ, ഊരൂട്ടമ്പലം കൺവെൻഷൻ, നരുവാമൂട്ടിലും കൺവെൻഷൻ, നീ അതിനെങ്കിലും കേട്ട് രക്ഷപ്പെട്ടുകൂടായിരുന്നു ഒന്ന്. സ്വോത്രം. അതാ ഈ യെശയ്യാ 14 പാതാളത്തിനകത്ത്. അപ്പം വീട്ടിൽ നല്ല ഗോദ്രേജും ഡേസിയും കറുത്തമുത്തും ചന്ദനമഴയും കണ്ടപ്പോൾ ധനവാൻ അവിടെ ചെന്നപ്പോൾ തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല. ആദ്യമായിട്ട് കല്ലേലി പറഞ്ഞപ്പോൾ 50 കിർമി വായിലും കയറി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. പാതാളത്തിൽ കിർമിയാ തോമാച്ച. അങ്ങനെ ഇരുന്ന് 40 ദിവസം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന് തോമാച്ചാൻ്റെ ലോക്കയുടെ മൊബൈലുണ്ട് ചാർജ് ചെയ്ത്. ആദ്യത്തെ നമ്പർ മൈ ഹൗസ്. രാവിലെ ഫോൺ ചെയ്തപ്പോൾ നല്ല നമ്മുടെ ദൈവദാസ ഇവിടുന്ന് പാടിയോള് നല്ല ദൈവ ഒരു വാതിൽ തുറന്നാൽ തോമാച്ച അത് ഞെട്ട് കേട്ടിപ്പോയി. എൻ്റെ വീട് തന്നെ ആണെന്ന്. ശ്രോത്രം. ഇച്ചിരി കഴിഞ്ഞ് അടുത്ത പാട്ട് ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം. രണ്ടാമതൂടെ കട്ട് വെച്ച് ജോസഫിനെ വിളിച്ചു, മോനെ നമ്മുടെ വീട് തന്നെയാണെന്നോ? ഏത് ഉപദേശി അവിടെ വന്നത്? ഇത്രയും രക്ഷയുടെ പാട്ടുകൾ കേൾക്കുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപദേശി വന്നതല്ല, അച്ചായൻ്റെ 40 കുർബാന അവിടെ നടത്തുന്നതെന്ന്. സന്തോഷമില്ലല്ലോ ശ്രോത്രം. അച്ചായൻ ചോദിച്ച് സ്പെഷ്യൽ ചൂട് ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ട് 7-അപ്പും പാലപ്പവും മട്ടൺ സ്റ്റൂ ആയിരുന്നു. സ്വോത്രം. അച്ചായൻ പറഞ്ഞാടാ പൊന്നു കുഞ്ഞെ, ഞാനിവിടെ പാതാളത്തിൽ കിടക്കുക, നീ ഒരു കാര്യം ചെയ്യും, PMG ചെന്നിട്ട് ഒരു പാർസലും ഒരു 7-അപ്പും കൊടുത്തു വിടണം. തോമാച്ചാൻ കെയറോ പാതാളം, പിൻമാറ്റത്തിൽ 69-20-20. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കർത്താവിനെ കാണാത്ത അച്ചായന്മാരെല്ലാം പാതാളത്തിൽ പോകും. അതാ ക്രിസ്റ്റ് കഴിഞ്ഞാൽ മാൻഡിഡ്, ടെക്നോണിക് പ്ലേറ്റ്, കോർ, പാതാളം, യാതനാസ്ഥലം, അഗാധകൂപം. അതിൻ്റെ ഒരു വേർഷൻ പുറത്തെ ഇരുട്ട് തള്ളിക്കളയും. അങ്ങനെ എന്താ ഭൂകമ്പം വരാൻ പോകുന്നത്? മുല്ലപ്പെരിയാർ. അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്താ സംഭവം എന്നറിയാമോ? സൂര്യൻ്റെ ആകർഷണം ഭൂമിയിൽ വരും. അതായി കറങ്ങി കറങ്ങി നിർത്തുന്നത്. ഇനി എല്ലാവരും കേൾക്കണം. സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകം കുഞ്ഞുങ്ങൾ, അതിൻ്റെ പേര് ഹൈഡ്രജൻ. മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജനാണ് കത്തുന്നത്. ആ കത്തിയ വാതകത്തിൻ്റെ പുക അവിടെ കിടപ്പുണ്ട്. ആ കറുത്ത പുക ഹീലിയമായി മാറി. ആ ഹീലിയത്തിനകത്തൂടെ കറങ്ങുമ്പോൾ ഭൂമിക്ക് അട്രാക്ഷൻ കിട്ടത്തില്ല. ബാലരാമത്തിൽ നിന്ന് പാരൂർക്കുഴി വരുമ്പോൾ വണ്ടി ബ്രേക്ക് ഔട്ടുന്ന പോലെ പ്ലേറ്റുകൾ അനങ്ങും. അട്രാക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമ ഭൂകമ്പം. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും, അത് വീഴും, വിറയ്ക്കും, എഴുന്നേൽക്കയില്ല. അതാ ഭൂകമ്പം. അങ്ങനെയെങ്കിൽ എന്താ ഭൂകമ്പത്തിൻ്റെ പ്രത്യേകത? എല്ലാവരും കേൾക്കണം. ഏറ്റവും നിർണായകമായി ഇന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. എന്താ മുല്ലപ്പെരിയാർ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ബാക്കിയുള്ളവരോ ഒന്നും പഠിക്കുന്നില്ല. 5 ജില്ല ഭൂമക്കളെ: കോട്ടയം 1, 2 ഇടുക്കി, 3
എറണാകുളം, 4 തൃശ്ശൂർ, ആലപ്പുഴ, അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ഒരു ഭാഗവും കൂടെ 45 കോടി ജനം ആ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മരിക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല, കഴിഞ്ഞ ദിവസം ഞാൻ വാഗമണി പ്രസംഗിച്ചിട്ട് വന്നേ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മുല്ലപ്പെരിയാർ മാത്രമല്ല പോകുന്നത്. 1 മുല്ലപ്പെരിയാർ, 2 ഇടുക്കി, 3 ചെങ്കുളം, 4 മലങ്കര, 5 കല്ലാർകുട്ടി, 5 ഡാമോടെ താഴെ പോകും സഹോദരന്മാരെ. സ്വോത്രം. ഒറ്റ ഡാം പൊട്ടിയാൽ 45 ലക്ഷം ജനമാ മരിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം എന്തുവാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരറിയണോ? തിരുവിതാംകൂർ രാജകുടുംബം തമിഴ്നാടിനോട് കാണിച്ച കാരണേ 999 വർഷത്തെ പാട്ടത്തിന് കമ്പം തേനിയിലേക്ക് വെള്ളം കൊടുക്കുവാൻ മുല്ലപ്പെരിയാറിൽ ഡാം 142 അടി വെള്ളം ആവശ്യമുള്ളത് ഒഴുക്കിക്കൊണ്ടുപോകാം. അത് പണിഞ്ഞ ഒരു എഞ്ചിനീയറുടെ പേര് ചുണ്ണാമ്പും മിശ്രിതമായിട്ടാണ് ജോൺ പെൻ ഹുക്ക് എന്നാ പണിഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 50 വർഷത്തിൽ കൂടുതൽ ഡാം നിർത്തരുത്, മാറ്റി പണിയണമെന്ന്. 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് ഇന്ന് ഡാം ഭയങ്കര ബലക്ഷയത്തിനകത്തിരിക്കുക. മുല്ലപ്പെരിയാർ ഏത് സമയത്തും പൊട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി വിജയ് അണ്ണൻ വന്നാലും സ്റ്റാലിൻ വന്നാലും അവന്മാർ കരാറിൽ ഒപ്പിടത്തില്ല. അവ എങ്ങനെങ്കിലും കേരളം 2ആയി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാകുന്നവർക്കായി. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മ കുമരി മാവട്ടം, തിരുവനന്തപുരം, കൊല്ലം എടുക്കും. സന്തോഷമില്ലല്ലോ. കോയമ്പത്തൂർ ഭാഗങ്ങൾ പാലക്കാടുമായിട്ട് ചേരും, മലപ്പുറത്തിൻ്റെ ഒരു ഭാഗം ഗൂഡല്ലൂരുമായിട്ട് ചേരും, കേരളം തമിഴൻ്റെയിലാവും, മനസ്സിലാകുന്നവർക്കായി. ഇനി ആര് വന്നാലും ഈ മുല്ലപ്പെരിയാറിനകത്ത് ഒരു കരാറ് തമിഴ് ഒപ്പിടത്തില്ല. പച്ചയ്ക്ക് പറയാം, ലൈവ് കേൾക്കട്ടെ, തമിഴ്നാട്ടുകാർ കേട്ടാലും. കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ചെയ്തി കൊടുത്ത തമിഴ്നാട്ട് മറ്റ് മാർത്താണ്ഡത്തേക്ക് പക്കം താൻ കൊടുത്തത് CSI, അതൊക്കെ താൻ അവരോട് ഇതല്ല പ്രസംഗിച്ചത്, അവരെല്ലാം താല്പര്യമാണ്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ? മുല്ലപ്പെരിയാറിൻ്റെ വിഷയം പലരും ഇടുക്കി പ്രസംഗിപ്പിച്ചെന്ന് ചോദിച്ചു. പാസ് പൊട്ടാത്തത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ദൈവകൃപ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇംഗ്ലീഷുകാരൻ പണിഞ്ഞുകൊണ്ട് കുറച്ച് ആൾ നിൽക്കും. മലയാളിയായിരുന്നു നിന്ന് ഇപ്പോൾ ബൈപ്പാസ് പണിഞ്ഞ പോലെ താഴെ വീണേന്. നമ്മുടെ ഇംഗ്ലീഷുകാരൻ UK-കാരൻ പെൻഹുക്കാണ് ഇത് പണിഞ്ഞത്, മനസ്സിലാക്കുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടോണം. എന്താ അമ്മേ ഈ മുല്ലപ്പെരിയാർ? എല്ലാവരും കേൾക്കണം. 1993 എല്ലാം ഓൺലൈനിൽ അയച്ചു കൊടുക്കണം. സെപ്റ്റംബർ 30 എവിടാ? മഹാരാഷ്ട്രയിലെ ലത്തൂർ കുലുങ്ങി 6.5. അതാ ഭൂകമ്പം. ആ കമ്പനം 2 പ്രാവശ്യമായിട്ടാണ്. 10,000 പേര് മരിച്ചു, 30,000 പേര് പരിക്കേറ്റു. 56 വില്ലേജാണ് മഹാരാഷ്ട്ര ലത്തൂരിൽ കുലുങ്ങിയത്. ആ കമ്പി നമ്മുടെ KV ലൈൻ കിടക്കുന്നതല്ല, ആ കമ്പിയാ. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, ഇന്നത്തെ കൊച്ചി കടൽ, അവിടുന്ന് മൂവാറ്റുപുഴ, അവിടുന്ന് തൊടുപുഴ, ഉപ്പുതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, മുല്ലപ്പെരിയാർ. അന്ന് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനകത്ത് വിള്ളൽ വീണരുത്. എൻ്റെ മക്കളെ 33 വർഷം മുമ്പ് കർത്താവ് ഇത് കൊടുത്തു, അടയാളം. അന്നാണ് മുല്ലപ്പെരിയാർ ഈ വിള്ളൽ വരുന്നത്. അപ്പം ഇനി ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 45 ലക്ഷം ഈ വൻ ഭൂകമ്പത്തിൽ മുല്ലപ്പെരിയാർ ഇന്ന് കേരളത്തിൽ നിന്ന് മാറും. അതൊരു അന്ത്യകാലമാണ്. അതിപ്പോ പൊട്ടുമോ? മുല്ലപ്പെരിയാറിൽ എന്ത് സംഭവിക്കും? ഭൂകമ്പം ഉണ്ടാവോ? വായിക്കാണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും. ഇതെല്ലാം കണ്ട ഒരു തലമുറയോടായി സഭാദിനത്തിൽ സംസാരിക്കുന്നത്. കോവിഡ് എന്ന മഹാവ്യാധി, അത് കഴിഞ്ഞിട്ട് ഭൂകമ്പം. കഴിഞ്ഞ ദിവസം വെനീസുലെ കണ്ടില്ലേ, ഫിലിപ്പീൻസിൽ കണ്ടില്ലേ, വലിയ ഭൂകമ്പ. ക്ഷാമത്തിന്റെ കാര്യം പറയണ്ടല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഇടയ്ക്ക് വെളിച്ചെണ്ണ കൈ തിരട്ടുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കേട്ടപ്പോൾ ആൾക്കാർ കരയാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ ഒന്ന് ശരിയായി വന്ന്. അതിൻ്റെ ഇടയ്ക്കല്ലോ കുക്കിംഗ് ഗ്യാസിന് വേണ്ടി എല്ലാം ക്യൂ നിന്നില്ലേ? കഴിഞ്ഞ വർഷങ്ങൾ ഇറാനി ഒരു അടി തുടങ്ങിയപ്പോൾ കുറ്റിയായിട്ട് പോകുന്നു, ഗ്യാസുമായിട്ട് പോകുന്നു. ബിവറേജസ് നിൽക്കുന്നതിനേക്കാൾ ചേട്ടനും ചേച്ചിയും ഗ്യാസ് ഓഫീസിൽ നിൽക്കുക. സ്വോത്രം. എല്ലാ ക്ഷാമം വരും. തമ്പാനൂരിലെ ചായക്കട പോലും പൂട്ടി. ഇപ്പോൾ വില കുറഞ്ഞപ്പോഴാണ് ചായ പോലും ഒഴിച്ചു തുടങ്ങി. സ്വോത്രം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ? 45 ലക്ഷം ജനത്തെ വെള്ളത്തിനകത്ത് മുക്കിക്കൊല്ലുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? ഇപ്പോൾ അത് സംഭവിക്കത്തില്ല. ഇടുക്കിയിൽ ആരാധിക്കുന്ന നല്ല ദൈവമക്കളുണ്ട്. ഹൈറേഞ്ചിലും വാഗമണിലും വണ്ടിപ്പെരിയാറിലും കരമടിച്ച് അപ്പാവുക്ക് മഹിമൈ കൊടുത്ത് രാജാവ് മാളികയിൽ രാപ്പകലായി അമർന്നിരിപ്പ് സുതിപ്പോലെ ഏലിയാവിൻ ദൈവമേ എന്ത് നല്ല അരുമயான പാടൽ പാടുന്നത്. ഒരു ദേശത്ത് ഒരുവനെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നെങ്കിൽ ആ ദേശത്ത് ന്യായവിധി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടുത്തെ ചാനലുകാർ കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, ആരോ കേൾക്കട്ടെ, മുല്ലപ്പെരിയാർ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടാം. എന്നാൽ മുല്ലപ്പെരിയാർ പെട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം, മോശയുടെ ശബ്ദം കേട്ട് എല്ലാവരും മനസ്സിലാക്കണം. ബൈബിൾ ഇസ്രായേൽ ജനം യാത്രയായി ആഴമേറിയ ചെങ്കടലിൽ വന്നു. അന്ന് മോശ ഒരു വടി നീട്ടി, ആകാശത്ത് നിന്ന് ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. ഇസ്രായേൽ
ജനത്തെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി കേരളത്തോട് സന്തോഷത്തോടെ ഞങ്ങൾക്ക് വിളിച്ചു പറയാം, മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഒരു കൂട്ടം ജനം ഇവിടുന്ന് എടുക്കപ്പെടും. ആരാ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ഗ്രേസ് റിവൈവൽ ഫെലോഷിപ്പിൽ ഇരിക്കുന്ന മക്കളെ, മുല്ലപ്പെരിയാർ പൊട്ടുന്ന ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകള ഉയർത്തുവീൻ. മുല്ലപ്പെരിയാർ 3 കാര്യവും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം, ബാക്കി നാളെ. ഈ മലകളും ദ്വീപുകളും നേതാക്കന്മാരും എല്ലാം ജീവനം കൊണ്ട് സ്ഥലം കാലിയാക്കും. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 6, 14, 15 വാക്യങ്ങൾ. വായിച്ചാട്ടെ. വെളിപ്പാട് 6, 14, 15 വായിച്ചാട്ടെ. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അവിടെ പണ്ട് കുഞ്ഞുങ്ങൾ പാടത്തില്ലയോ നല്ല പാട്ട്? ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. അങ്ങനെയെങ്കിൽ ഈ ഭൂകമ്പമുണ്ടായാൽ ഈ സൂര്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. അന്നേരം ചന്ദ്രൻ രക്തം, വെനീസിലെ ആകാശത്ത് മൊത്തം രക്തചന്ദ്രൻ കണ്ടു. അതുകൊണ്ടായി പ്രസംഗം എടുത്തത്. കഴിഞ്ഞ ദിവസങ്ങൾ വെനീസിലെ ഭൂകമ്പം കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ രക്തചന്ദ്രൻ. അതാ ആൻറ്റി വായിച്ചത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് തീർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു, പുസ്തക ചുരുൾ ചുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി. ഇനി കേരളത്തിൽ ഇപ്പൊ നടന്ന സംഭവങ്ങൾ വായിക്കുന്നു, വായിക്കാം. ആൻറ്റി ഇത് വായിച്ചാട്ടെ. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. തുടക്കം അമ്പൂരിയിലായിരുന്നു, മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരം ജില്ല അറിയാം. ഒരു പാറ വന്ന അമ്പൂരിയിൽ എത്ര എണ്ണം ഒറ്റയടിക്ക് ഒരു കുടുംബത്തിൽ പോയി. അമ്പൂരി മല 1. 2ാമത്തെ മല പോയത് ഏറ്റവും നിർണായകമായി കവളപ്പാറ പുത്തുമല നിലമ്പൂർ. 3ാമത്തത് ഇടുക്കി പെട്ടിമുടി. അത് കഴിഞ്ഞ് 4 കൂട്ടിക്കൽ ദുരന്തം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷം പുറകിൽ വയനാട് മേപ്പാടി ദുരന്തം. മനസ്സിലാകുന്നവർക്കായി ഈ നമ്മുടെ കൺവെൻഷൻ ബഹുമാനപ്പെട്ട സജിപാസ് നോട്ടീസ് അടിക്കുമ്പോൾ ഈ ജൂലൈയിൽ വീണ്ടും വയനാടിൽ മല ഇടിഞ്ഞിറങ്ങി താഴേക്ക് വന്നു. കരം ഉയരുന്നില്ലല്ലോ മാമയെ. ബൈബിള് ക്ലിയർ ആയോ? മേപ്പാടി ചുരം മുഴുവൻ ഇറങ്ങി വീണ്ടും താര വന്നു. ഈ കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ അപ്പം നമ്മുടെ ബൈബിൾ എത്ര അക്കാലത്ത് സകല മലയും ദീപം സ്വസ്ഥാനത്ത് ഇളകിപ്പോകും. ഒരിക്കൽ കൂടി അമ്പൂരി, നിലമ്പൂർ, കവളപ്പാറ, പുത്തുമല, ഇടുക്കി പെട്ടിമുടി, മുണ്ടക്കയം, കൂട്ടിക്കൽ, മേപ്പാടി ദുരന്തം. കഴിഞ്ഞ 2 വർഷം പുറകിൽ അതിൻ്റെ ബാക്കി പത്രമായി തുരങ്കത്തിന് വേണ്ടി ഇടിക്കുമ്പോൾ ഒരു മല മുഴുവൻ ഇടിഞ്ഞിറങ്ങി മേപ്പാടിയിൽ. മനസ്സിലാകുന്നവർക്കായി സകല മലയും ദീപ സ്വസ്ഥാനത്ത് നിളകിപ്പോ. വായിച്ചട്ടം മാമേ, ഇതാ ഞങ്ങളുടെ പ്രസംഗം. രാജാക്കന്മാരും എല്ലാ നേതാക്കളും നിലവിളിക്കും. നമ്മുടെ വി.ഡി. സതീശൻ സാർ ഓടി അവിടെ ചെന്നൊക്കെ ഞങ്ങൾ കണ്ടില്ലേ? രാജാക്കന്മാര്, മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. ഇനി വരാൻ പോകുന്നത് പ്രകൃതി ദുരന്ത. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാം ജീവനം കൊണ്ട് സ്ഥലം വിടുമെന്ന് മനസ്സിലാകുന്നവർക്കായി എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. വി വിൽ റെസ്പെക്ട് അവർ ലീഡേഴ്സ് ഓഫ് അവർ പൊളിറ്റിക്സ്. ഇവിടെ വിഴിഞ്ഞത്ത് ആ കടലൊന്ന് ഇപ്പം ആ പ്രളയത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എന്നപ്പോൾ ജനം അങ്ങ് ഇളകിയതാ. അവസാനം അന്ന് മനോജപ്രഭ സാർ ഉണ്ടായിട്ട് പുള്ളി പോലും വീട്ടിലെത്തിയത്. ഇതെല്ലാം അന്ത്യകാലമാണ്. നേതാക്കൾക്ക് ഇനി ഉറക്കം കിട്ടാത്ത പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും. അങ്ങനെയെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യത്തില്ല. ആത്മഹത്യ ചെയ്താൽ അവർക്കറിയാം ശിക്ഷാവിധി. അതുകൊണ്ട് മലയുടെ ചവിട്ടിലും പാറയുടെ ചവിട്ടിലും ചെന്നിട്ട് പറയും, ഒരെണ്ണം ഞങ്ങളുടെ തലമേൽ വീഴുവാൻ. മനസ്സിലാകുന്നവർക്കായി പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവൻ. അടുത്തത് കുഞ്ഞാടിന്റെ വായിച്ചാട്ടാണ്ടി വായിച്ചാട്ടെ. പലകളോടും പാറകളോടും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം സിംഹാസനത്തിലെ മുഖത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം മതി. കുഞ്ഞാടിന്റെ കോപ ദിവസം വരാറായി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഇവിടുത്തെ MLA ഓടും, മന്ത്രിമാരോടും, ഇവരെല്ലാം ഓടും. ഇങ്ങനെ ഇവരെല്ലാം കസേര വിട്ടോടുമ്പോൾ നമ്മുടെ പ്രത്യാശ
ഒരു രാജാവ് നീതിയോടെ വാഴും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ഇവിടുത്തെ നേതാക്കന്മാരുടെ കസേരകളെല്ലാം പോകുമ്പോൾ രാജാവായി നമ്മുടെ കർത്താവ് വരും. ബൈബിൾ വായിക്കേണ്ട ഹഗ്ഗായി 2:6-7. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയിനെ ഇളക്കും. സുനാമി നിങ്ങൾ കണ്ടു, കടലിനെ ഇളക്കും. സകല ജാതികളും കോവിഡിന്റെ മറവിൽ ഇളകുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശുക്രിസ്തു ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. ഇന്ന് രാത്രി പട്ടണത്തോട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ, ഈ കൺവെൻഷനകത്ത് നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ യേശു രക്ഷകനെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ താങ്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. അവസാന ഭാഗങ്ങളിലേക്ക് 2 കാര്യം പറഞ്ഞപ്പോൾ പാട്ടുപാടി ആരാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. 2035 എല്ലാവരും കേൾക്കണം. 2040 കൂടി ഈ സൂര്യൻ ഉറങ്ങാൻ പോകുമെന്ന് ആരാ പറയുന്നത്? സജു ചാത്തന്നൂരല്ല, നിങ്ങളുടെ എല്ലാ മൊബൈലിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ISROയുടെ മുൻ ചെയർമാൻ ES സോമദാസ് സാറ്, ഇപ്പോൾ പത്തനാപുരത്തുകാർ ഒരു മലയാളിയെ വീണ്ടും ISROയുടെ ചെയർമാൻ, അതിന് മുൻ ചെയർമാൻ ES സോമദാസ് സാർ കൗമുദിക്കും മനോരമയ്ക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു, മനുഷ്യൻ ഇനി അധിക നാൾ ഭൂമിയിൽ പാർക്കാൻ കഴിയത്തില്ല, ഈ ഭൂമി വാസയോഗ്യമല്ല, ഇവിടെ തീരും, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകും. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ആൻറ്റി വായിക്കണം. മനുഷ്യൻ ചൊവ്വായിലും പോകും. നമ്മുടെ ഷൈപാസിപ്പ് നോട്ടീസ് അടിച്ചപ്പോൾ ദാണ്ട് അനിൽകുമാർ ബൈക്കന്നൂരിൽ നിന്ന് മലയാളിയും ശൂന്യാകാശത്തിലേക്ക് പോകുന്നു. ബൈബിളിനകത്തുണ്ട് ഇതെല്ലാം. മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കൂടുവെക്കും. വായിക്കാം. ഉപദ്യാവ് 4 വായിച്ചാട്ട് ആൻറ്റി. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും, നീ ചൊവ്വായിലും പോകും, ചന്ദ്രനിലും പോകും, ശൂന്യാകാശത്തിലും എല്ലാം നീ പോകുമെന്ന്. കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ എവിടെ പോയി കൂടുവച്ചാലും നിന്നെ അവിടെ നിന്ന് ഇറക്കുമെന്ന്. സ്വത്രം. മനുഷ്യ അന്യഗ്രഹങ്ങളിൽ പോവോ? കഴിഞ്ഞ ദിവസം പത്രം വായിച്ചില്ലേ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ, 2 പെൺകൊച്ചുങ്ങൾ പോകാൻ പോകുന്നു. പാലക്കാടുകാർ ലേഖ ശ്രദ്ധ പോകുന്നത് ചൊവ്വായും 5.25 കോടി കിലോമീറ്റർ 127 ഡിഗ്രി സെന്റിഗ്രേഡ് 2 പെൺപിള്ളേർ പോകാൻ പോകുന്നു. ചിന്നമ്മയും അറിയാമേ സന്തോഷമില്ലല്ലോ. പാലക്കാടുകാർ ലേഖ ശ്രദ്ധ പോകുന്നു, ചൊവ്വായിൽ മലയാളി. സ്വത്രം. അങ്ങനെയെങ്കിൽ ബൈബിൾ ക്ലിയർ ആയ വെച്ചായ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. മനുഷ്യ, നീ അന്യഗ്രഹങ്ങളിൽ പോയി കഴുകനെ പോലെ കൂട് വെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്നെ ഇളക്കുമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ ചേർക്കാൻ യേശു മധ്യാകാശത്തിൽ വരും. ഞങ്ങൾക്കൊരു വീടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു. നാട്ടുകാരോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അടുത്തത് പഠിക്കുന്ന മക്കൾ, സൂര്യനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്കിൽ. അദ്ദേഹം ഇരിക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ബെർക്കിലി ക്യാമ്പസ്. ഒരു വല്യപ്പച്ചനാണ്, 85 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സം ഡേയ്സ് ആഫ്റ്റർ സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ്, സൂര്യൻ ഉറങ്ങാൻ പോകുമെന്ന്. എന്നാൽ നമ്മുടെ പ്രത്യാശ, ഈ സൂര്യൻ ഇറങ്ങുമ്പോൾ മലാക്കി പറയുന്നു, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ നാം മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കൺവെൻഷൻ്റെ 1ാമത്തെ രാത്രി 2 കാര്യം കൂടെ പറയാം. ഷാർപ്പിട്ടായി ആയി വരുന്നുള്ള 9 കറക്റ്റ് ഒരു പാട്ടുകൂടെ പാടുമ്പോൾ നിർത്താം. മത്തായി 7:24-25 ഒരു സാക്ഷ്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 7:24-25 സഹോദരങ്ങൾക്ക് ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ആന്റി അവിടെ 1 മിനിറ്റ് നിന്നാട്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായി കുഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഭവനം ഇവിടെ നിൽക്കും. അടുത്തത്, എത്ര പ്രസംഗം കേട്ടിട്ടും ഗുണപ്പെടാത്ത ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം മാനസാന്തരപ്പെടണം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് വായിച്ചു. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധികെട്ട മനുഷ്യനായി പോയി. അടുത്തത്, വൻമഴ ചൊരിഞ്ഞു, എല്ലാവരും മാങ്കോ അലർട്ടും ഒക്കെ അടിക്കുമെന്ന്. അടുത്തത്, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, വീഴ്ച വലിയ. പള്ളിച്ചൽ, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരും. 2 കാര്യം പറഞ്ഞിട്ട് ഈ രാത്രി, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ,
നമ്മുടെ നല്ല സ്ഥലം, നമുക്ക് നെയ്യാറിൻ്റെ സമീപത്ത് പിന്നെ വെള്ളം ഒഴുകി വരുന്നിടത്ത് നല്ലൊരു മരം ഉണ്ടായിരുന്നു, നാടൻ കഥ. അതിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. 1-2 ചില്ലകളിൽ കുരങ്ങന്മാർ നല്ല ബിയറും ജവാൻഡറും ഒക്കെ അടിച്ച് സുഖമായിട്ടിരിക്കുക. മേളി 2 ചില്ലകളിൽ കുരുവി ഉണ്ടായിരുന്നു. അവരുടെ പാട്ട് എന്താ? അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അങ്ങനെ ജൂലൈ മാസമൊക്കെ ആയി. നേരത്തെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രളയമൊക്കെ വന്ന് നെയ്യാറിലെ മരം ഇച്ചിരി കുനിഞ്ഞ്, നമ്മുടെ അമ്മച്ചി വന്ന് കുനിഞ്ഞോലെ മന കുനിഞ്ഞ്. അപ്പോൾ കുരുവി സ്നേഹത്തോടെ കുരങ്ങ ചേട്ടനോട് ചേട്ടാ ഇപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, പലയിടത്തും മഴ, പലയിടത്തും പെരുമഴ, യെല്ലോ മാംഗോ അലർട്ട്, പിന്നെ ആകാശത്ത് മേഘവിസ്ഫോടനം. ഈ മരത്തിനധികം ആയുസ് ഇല്ല. അപ്പോൾ കുരുവിയോട് കുരങ്ങൻ ചോദിച്ചു, മരം വീണാ നീ എങ്ക പോവത്? നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ നീ മനിതന്നെ നീ എങ്ക പോവത്? കുരുവി പറഞ്ഞു, എനിക്ക് ചറവുണ്ട്, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകുന്നു. സന്തോഷമില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ആഗസ്റ്റ് മാസത്തിലായി ഭയങ്കര പ്രളയം. കൊടപ്പനക്കുന്ന് കളക്ടറെ ഒന്നും നെയ്യാറിൽ ആൾക്കാർ വിളിച്ചില്ല. 7 മണിയായപ്പോൾ വൈകിട്ട് കുരങ്ങ ജവാൻ്റെ റമ്മും ബിസ്കി എല്ലാം മേടിച്ച് ചിപ്സുമായിട്ട് മരത്തെ അടിച്ചുകൊണ്ടിരിക്കുക. കുരുവി നല്ല പാട്ടുകൾ പാടി നീങ്ങിപ്പോൾ എൻ്റെ ഭാരങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ നെയ്യാറിലെ ഷട്ടർ തുറന്ന് വെള്ളം പടപടാ വന്ന്. സ്വോത്രം. കുരങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അവൻ്റെ ചിപ്സ് കുപ്പിയും കള്ളുമായിട്ട് താഴെ വീണ്. മനസ്സിലാകുന്നവർക്കായി പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി അതിൻ്റെ സങ്കേതത്തിലേക്ക് പറന്നുപോയി. ഒരു ചെറിയ കഥയെങ്കിലും ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി ആകാശത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറായി. ബാക്കി നാളെ രാത്രിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് കാലുകളേറെക്കുറെ വഴുതിപ്പോയി ഒരു പാട്ടും പാടണം മോനെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1-ാമത്തെ സാക്ഷി. നാളെ ഷാർപ്പ് നിങ്ങൾ വരണം, നല്ല വചനം നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ വരവിൽ. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ എല്ലാവരും കേട്ടാട്ട്, ചേട്ടന്മാർ ചേച്ചിമാർ ഈ കഥയൊക്കെ കേട്ടിട്ട് ലൈവും കൊടുത്തോണം. അമേരിക്കയിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഓൺകോളജി ക്യാൻസർ ഡോക്ടർ മാർക്കെന്ന. അദ്ദേഹമാണ് അമേരിക്കയിലെ ഫെയിൻ ഡോക്ടർ. അദ്ദേഹത്തിന് അടുത്ത പട്ടണത്തിൽ, പല സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അടുത്ത പട്ടണത്തിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട് ഈ ഡോക്ടർമാർ. അപ്പോൾ 1.5 മണിക്കൂറുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് ചെന്നൈ പോകുന്നുള്ളൂ. പ്ലെയിനകത്ത് പോയാൽ മതി. വൈകിട്ട് 5:30 പ്ലെയിൻ. 4 മണിക്ക് എയർപോർട്ടിൽ വന്നപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു ഇംഗ്ലീഷ്, ഡ്യൂറിംഗ് ടു ദ വെൻറ്റ് ദ എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ ലാസ്റ്റ് 48 hours. 48 മണിക്കൂർ പ്ലെയിൻ ഇല്ലെന്ന്. ഇദ്ദേഹം നേരെ അകത്ത് കയറി മാനേജരോട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ വലിയ ഡോക്ടർ, പെരിയ ഡോക്ടർ, അതുകൊണ്ട് ഒരു പ്ലെയിൻ വിട്ടു തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാണുന്നില്ലേ, കാറ്റാ, നിങ്ങളുടെ പ്ലെയിൻ കടലിൽ വീണ് തട്ടിപ്പോകത്തില്ല, അതുകൊണ്ട് വേണേൽ കാർ എടുത്ത് പോയിക്കോളാം. സ്വോത്രം. അപ്പോൾ പുള്ളി ചൂടായി. ഒരു കാർ എടുത്ത് 9 മണിക്കൂർ ഓട്ടം വേണം അടുത്ത സ്റ്റേറ്റിൽ. 5:30 കൂടി 9:30 ആയപ്പോൾ കയ്യിലെ വെള്ളവും തീർന്ന് എല്ലാം തീർന്നു. നമ്മൾ ഈ അമ്പൂരി തേക്കുപാറ കഴിഞ്ഞ് കളിയിൽ പോകുന്ന ഗണപതിക്കല്ല് പോകുന്ന പോലെ അടുത്ത സ്റ്റേറ്റ് ചെന്നൈ കയറുന്ന അല്ലെ തമിഴ്നാട്ടിൽ പോകുന്ന പോലെ വളരെ ഇടുങ്ങിയ വഴി, കയ്യിലൊരു ചായ കുടിക്കാൻ നിവർത്തിയുള്ള കടകളില്ല. ഞാൻ കാറ് പോയപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി ആൻറ്റി കേട്ടാട്ട് ഒരു വീടിൻ്റെ മുമ്പ് 2 ചിമ്മിനി വിളക്ക് കത്തുക. കാർ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി. കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു, മൈ നെയിം ഈസ് മാർക്ക്, സിസ്റ്റർ കോൾഡ് ഈസ് ടു മച്ച്, മേക്ക് എ കോഫി ഫോർ മീ. ഒരു കാപ്പി ഇട്ട് തരുമെന്ന്. പക്ഷേ ഒരു തണുപ്പ് ഭയങ്കര, ഒരു കാപ്പി തരും. അവിടെ സ്നേഹത്തോടെ പറഞ്ഞു, ഐ മേക്ക് എ കോഫി ഫോർ യു 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് തരാം. കസേരയിരുന്നു. അവൾ ഹീറ്ററിനകത്ത് ഇൻഡക്ഷൻ കുക്കറിലെങ്ങാണ്ട് കാപ്പി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം തിളങ്ങുന്ന സൗണ്ട് കേട്ടപ്പോൾ അകത്ത് പോയി. നമ്മുടെ മോൻ്റെ കണക്ക് ഒരു മോനെ കെട്ടിപ്പിടിച്ചിട്ട് അവളിങ്ങനെ കരയുക. ഡോക്ടർ മാർക്കിനെ കാണും, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു അകവാള് പോയി. ഇവളെന്തോ ഈ പ്രാർത്ഥിക്കുന്നു, എനിക്ക് നിരീശ്വരവാദിയാണ്. 5 മിനിറ്റ് കാപ്പി കൊണ്ടൊന്ന് കുടിച്ചു വെച്ച് ഇതിൻ്റെ ഭർത്താവ് എവിടെ മരിച്ചുപോയി. ആരായി കുഞ്ഞ്? എനിക്കൊരു മോന, 2 വർഷമായിട്ട് ക്യാൻസറാണ്. ഈ സ്റ്റേറ്റിലെ ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷയില്ല. താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ അടുത്ത സിറ്റിയിലുണ്ട്, ഡോക്ടർ മാർക്ക്, കണ്ടാ സർജറി മോന് വിടുതൽ കിട്ടും, പൈസ ഇല്ല, ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഈ നിരീശ്വരവാദിയാണ് ഡോക്ടർ. ആ സൗകര്യമെടുത്ത് പറഞ്ഞു, എല്ലാവരും കേൾക്കണം, ഇവിടെ ബൈബിൾ ഉണ്ടോ? ഡോക്ടർ ബൈബിൾ മേടിച്ച സൗകര്യോട് പറഞ്ഞവരുണ്ട്, കുഞ്ഞ് നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാണ് നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്ലെയിൻ ഇല്ലാതിരുന്നത്, എൻ്റെ കാർ കൃത്യം നിൻ്റെ വീട്ടിന് മുമ്പിൽ ചവിട്ടണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. അവിടെ വച്ച ഡോക്ടർമാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സഹോദരി, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ കണ്ണീരോടെ വിതച്ചാൽ നീ ആർപ്പോടെ കൊയ്യും. വചനമേൽക്കുന്നവർക്ക് ഈ സഭാദിനത്തിൽ വിശ്വാസത്തോടെ പറയണം, ഡോക്ടർ മാർക്കിന്റെ കാറ് ആ വീട്ടുമുറ്റത്ത് വന്നതുപോലെ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം, 6 കൂട്ടം കാര്യങ്ങൾ ഒരു ക്ലാസ്സിലെ പോലെ. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും, അതിനു മുമ്പ് നീതി സൂര്യൻ. 2, ആകാശത്തിൽ നിന്ന് പാറ, അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറ. 3, ഒരു വല്ലാത്ത ജലം നാം കുടിക്കേണ്ട കാലം വരാറായി,
അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. 4 രക്തവെള്ളം കിണറ്റിലും പറമ്പിലും തോട്ടിലും വരും. അതിനു മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ ചേർക്കാൻ വാനമേഘത്തിൽ യേശു വരും. 5 മുല്ലപ്പെരിയാർ പൊട്ടും. ആ ശബ്ദം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ചവർ നിത്യവീട്ടിലെടുക്കപ്പെടും. സകല മലകളും കുന്നുകളുമെല്ലാം ഇളകിപ്പോകും. ഭരണാധികാരികൾ സിംഹാസനം വിട്ടുപോകുമ്പോൾ നമ്മുടെ പ്രത്യാശ, ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി.